പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ തലത്തിലേക്ക് വളർന്നു പോവുകയാണ്. അല്ലാതെ ആശയവിനിമയോധി മാത്രമല്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഉപാധി മാത്രമല്ല ഭാഷ. അത് 30-35 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേവലമായൊരു ധാരണ മാത്രമാണ്. അത് മാറി. അപ്പോൾ ഈ ഭാഷ ഇന്ന് ഭാഷ ചുട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? വൈജ്ഞാനിക ഭാഷയാണ്. വൈജ്ഞാനിക പുസ്തകങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്താ വൈജ്ഞാനിക ഭാഷ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, ഒരു ടേമാണ് വൈജ്ഞാനിക ഭാഷ. എന്താ വൈജ്ഞാനിക ഭാഷ? മലയാള ഭാഷ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വൈജ്ഞാനിക ഭാഷ എന്താണ്? അക്കാഡമികമാണ്. അത് അക്കാദമികമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വൈജ്ഞാനിക ഭാഷയ്ക്ക് കൃത്യമായ ഒരു മാനദണ്ഡം. വൈജ്ഞാനിക വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എപ്പോഴും ഒരു കാര്യം വിചാരിക്കണം. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഒരു നിരുക്തിയും ഒരു തിയോളജിയും. ഒരു വാക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നില്ല. ഞാനതിലേക്ക് വരാം. അത് കുറച്ചുകൂടെ ടെക്നിക്കലാണ്, അതിലേക്ക് ഞാൻ വരാം. ഇപ്പം സീത എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ല? ശ്രീരാമൻ്റെ ഭാര്യ സീത. എന്താ വാക്കിൻ്റെ അർത്ഥം? ചുമ്മാതെ കയറി നോക്കൊരു പേരിട്ടു. എന്താ സീത എന്ന വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല ഇതുവരെ? രാമായണം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. സീത എന്നുള്ള വാക്കൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സീത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വാക്കുകൾക്കും ഒരു അർത്ഥമുണ്ട്. ഇന്നലത്തെ പുസ്തകപ്രകാശനത്തിനിടയിൽ ഒരു കാര്യം പറയുന്നത്, അശ്ലീലമെന്ന ഒരു വാക്ക് ഇല്ല, ഒരു ഭാഷയിലും ഇല്ല. അശ്ലീലം എന്നൊരു വാക്കില്ല. അശ്ലീലത്തിൽ പെട്ടൊരു വാക്കുമില്ല. മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, ആധുനിക ഭാഷാശാസ്ത്രം അനുസരിച്ച് അശ്ലീലമില്ല, പക്ഷെ അസഭ്യമുണ്ട്. ഇത് രണ്ടാണ്. നിങ്ങൾ അതിൻ്റെ വ്യത്യസ്തത തിരിച്ചറിയും. അസഭ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സഭയിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പാടില്ലാത്തൊരു വാക്ക്, അത് അസഭ്യമാണ്. സഭയിൽ പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്തത്. അപ്പോൾ അതിന് വേറൊരു മീനിങ് ഉണ്ട്. എന്താണ്? പൊതുവേദിയിൽ അല്ലെങ്കിൽ പറയാം. ഭാര്യയും ഭർത്താവും തമ്മിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് പ്രണയിതാക്കൾ തമ്മിലിരിക്കുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് ലിംഗ്വിസ്റ്റിക്സിൽ പറഞ്ഞത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നാണ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാഠവും സന്ദർഭവും. സന്ദർഭം അനുസരിച്ച് വേണം പാഠം ഉപയോഗിക്കാൻ. അത് പറയാൻ പാടില്ല എന്നല്ല. ഇപ്പം നമ്മൾ സ്നേഹത്തോടെ ചില പേര് വിളിക്കും. അത് പൊതുവേദിയിൽ അത് അസഭ്യമായിരിക്കും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അത് അസഭ്യം ഭാഷയിലുണ്ട്. ബ്ലാക്ക് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഡിക്ഷണറി ഉണ്ട്. അതായത് സഭയിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളുടെ അർത്ഥം ക്രോഡീകരിച്ചുകൊണ്ടുള്ള നിഘണ്ടു. നമുക്ക് മലയാളത്തിൽ അങ്ങനെയില്ല. അപ്പോൾ സഭയിൽ പറയാൻ പാടില്ല, പക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ അത് പറയാം. പക്ഷെ അത് മൂന്നാമതൊരാൾ കേൾക്കാൻ പാടില്ല. അത് തന്നെയാണ് അസഭ്യം എന്ന് പറയുന്നത്. ആ അസഭ്യമുള്ള വാക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ചില ഡിക്ഷണറികളിൽ കാണുകയും ചെയ്യും. എല്ലാ വാക്കുകളും കാണില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വലിയ അസഭ്യമൊന്നും അല്ലാത്തത് കഴിവേട്. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട് അല്ലേ? ചിരിക്കരുത്. കഴിവേറുടെ മോനെ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ദേഷ്യത്തിലാണ് വിളിക്കുന്നത്. എന്താ വാക്കിന് അർത്ഥം എന്ന് പറയും? കഴിവേറിയ ഒരു വ്യക്തിയുടെ മകൻ. എന്താ എങ്ങനെയാ കഴിവേറുന്നത്? പഴയ കാലത്ത് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ്. അതിന് ജാതീയമായൊരു അടിസ്ഥാനമുണ്ട്. കാരണം ബ്രാഹ്മണന്മാർ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ കഴിവേറ്റില്ല, പക്ഷെ ഒരു അധകൃതൻ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ കഴിവ്. അങ്ങനെ ജാതീയ പുസ്തകം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇപ്പം കഴിവേറി എന്ന് പറഞ്ഞാൽ കഴിവേറ്റിയവൻ. അപ്പം ഏതോ നീചമായ പ്രവൃത്തി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി ചെയ്തവൻ്റെ മകൻ ആണ്. നീയും അങ്ങനെ തന്നെയാണ്, അച്ഛൻ്റെ മോനാണ് നീ എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതൊരു അസഭ്യപദമാണ്. അത് സഭയിൽ പറയാൻ പാടില്ല. പക്ഷേ അത് സ്വകാര്യമായിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ദേഷ്യത്തിലോ സ്നേഹത്തിലോ ഉപയോഗിക്കാം. പക്ഷെ അശ്ലീലം എന്നൊരു വാക്ക്, അശ്ലീലത്തിൽപ്പെട്ട ഒരു വാക്ക് മലയാളത്തിലുണ്ട്. കാരണം ശ്ലീലം അശ്ലീലം എന്നുള്ളത് പഴയകാല ഒരു കൺസെപ്റ്റാണ്. ഭാഷയിലെ എല്ലാ വാക്കുകളും രൂപപ്പെടുന്നത് ശ്ലീലത്തിൽ നിന്നും അശ്ലീലത്തിൽ നിന്നുമല്ല, അതൊരു ധാതുവിൽ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഞാൻ സീതയുടെ കാര്യം ചോദിച്ചു. സീത എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥിതം ജാനാനി ഇതി സീത.
സിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴവുചാൽ. ഉഴവുചാലിൽ നിന്നാണ് ജനകൻ സീതയെ കണ്ടെത്തിയതെന്നാണ് രാമായണം പറയുന്നത്. അപ്പം ഉഴവുചാലിൽ നിന്ന് ഉരുവം കൊണ്ടത് സിതം ജാനാനി ഇതി സീത. അതാണ്. അങ്ങനെ എല്ലാ വാക്കുകൾക്കും നമുക്ക് എറ്റിമോളജി ഉണ്ട്, എല്ലാ വാക്കുകൾക്കും ഒരു ഉത്ഭവമുണ്ട്. അത് വെറുതെ പുറപ്പെടുന്നത്. അപ്പൊ കഴിവേറി എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് അസഭ്യ പദങ്ങൾ മലയാളത്തിലുണ്ട്, പക്ഷെ അശ്ലീല പദങ്ങൾ എന്ന് പറയുന്ന ഒരു പദമില്ല. അത് നമ്മൾ അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു എന്നാണ്. പക്ഷെ ആ ചീത്തയ്ക്ക് ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് ആധുനിക ഭാഷാശാസ്ത്രപ്രകാരം അശ്ലീലം നിലനിൽക്കും. ഇന്നലെ മിസ് ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആ തെറ്റിദ്ധാരണ ആദ്യവും മാറ്റണം. പറയാൻ പാടില്ലാത്തതും പറയാനുള്ളതുമായ വാക്കുകളേ ഉള്ളൂ. അതിനെ അശ്ലീലമെന്നല്ല പറയുന്നത്, അസഭ്യം. പക്ഷേ ആ പ്രവൃത്തി അശ്ലീലമായി എന്ന് നമുക്ക് പറയാം. ഒരു വാക്ക് അശ്ലീലമല്ല, ഇന്ത്യ ആ പ്രവൃത്തി അശ്ലീലമായി പോയാൽ വൃത്തിയുള്ള ഒരു പ്രവൃത്തിയല്ല നീ ചെയ്തത് എന്ന് നമുക്ക് പറയാം. അപ്പൊ വാക്ക് വേറെ വാക്യം വേറെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വാക്ക് വേറെ വാക്യം വേറെ. അശ്ലീലം എന്നൊരു വാക്കില്ല, അല്ലെങ്കിൽ അശ്ലീലത്തിൽ ഉൾപ്പെടുത്താൻ ഒരു വാക്കില്ല. പക്ഷേ ഒരു പ്രവൃത്തിയിൽ നമുക്ക് അശ്ലീലം ഉണ്ടാക്കാം, ശ്ലീലമുണ്ടാക്കാം. അപ്പം ഞാൻ അതിലേക്ക് വരാം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൃത്യമായിട്ട് ചെയ്തൊരു പ്രവൃത്തി വൈജ്ഞാനിക ഭാഷ. ഞാൻ ചോദിച്ചു വൈജ്ഞാനിക ഭാഷ എന്നത് അക്കാദമിക് ഭാഷ എന്നുള്ളതല്ല വൈജ്ഞാനിക ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതതിൻ്റെ ഒരു എലമെൻറ്റ് മാത്രമാണ്. വൈജ്ഞാനിക ഭാഷ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം ഉൾക്കൊള്ളുന്ന ഭാഷ. അപ്പം എന്തുതരം വിജ്ഞാനമാണ്? വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളേജ് അല്ല. ആ പാട്ടാണ് തെറ്റ്. അവിട്ടാണ് തെറ്റ്. വിജ്ഞാനവും നോളേജും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ അർത്ഥം അതല്ല. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ള ജ്ഞാനം. അപ്പം കേവലമായ അറിവല്ലത്, വിശേഷേണയുള്ള ജ്ഞാനമാണ്, കേവലമായ അറിവല്ല. എന്താ അറിവെന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയില്ല, ഇല്ലേ? ആ അറിവ് കിട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, അശ്ലീലവും അസഭ്യവും തമ്മിലൊരു വ്യത്യാസം പറഞ്ഞു. ആ അറിവാണ് നിങ്ങൾ കിട്ടിയ അറിവാണെന്ന് വെച്ചു. ആ അറിവ് ഇപ്പം നിങ്ങൾ എന്താ ചെയ്തത്? കുറിച്ച് വെച്ചു. എവിടെ കുറിച്ച് വെച്ച്? ബുക്കിൽ. ആ ബുക്ക് നാളെ കളഞ്ഞു പോയി എന്ത് ചെയ്യും? ആ ബുക്ക് നാളെ കളഞ്ഞു പോയി എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവ്, ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങളുടെ ബോധത്തിൽ ഉറച്ചു വയ്ക്കുക. നിങ്ങളുടെ ബോധത്തിൽ ഉറച്ചു വയ്ക്കുക. അതൊരു അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഒരു പദമുണ്ട്, മനനം. മനനം ചെയ്യുക. മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ, അല്ലാതെ മനുവിൻ്റെ പുത്രനല്ല. മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ. അതിൻ്റെ പെണ്ണുമുണ്ട് ആണുമുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ബോധത്തിൽ ഉറച്ചു വയ്ക്കുന്നൊരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോകുമ്പോൾ നാളെ വന്നിട്ട് ഡയറക്ടർ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ സാറേ അത് നോട്ട് ബുക്ക് കളഞ്ഞു പോയി, ഓർമ്മയില്ല എന്ന് പറയുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ബോധത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് മനനം. ആ ബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന അറിവിൻ്റെ പ്രക്രിയയാണ് മനനം എന്ന് പറയുന്നത്. അപ്പം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും നോളജ് അല്ല. ജ്ഞാനം അറിവാണ്, പക്ഷെ വിശേഷേണയുള്ള ജ്ഞാനമാണ് വിജ്ഞാനമായിട്ട് രൂപാന്തരപ്പെടുന്നത്. എന്തായി വിശേഷേണയുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ? കേവലമായ അറിവിനുമപ്പുറം, കേവലമായ ജ്ഞാനത്തിനുമപ്പുറം ഒരു പുതിയ കണ്ടെത്തൽ ആ അറിവിനുണ്ടെങ്കിൽ ആ ജ്ഞാനം അവിടെ വിജ്ഞാനമായി മാറുകയാണ്. അതാണ് വിജ്ഞാന ഭാഷ എന്ന് പറയുന്നത്. അക്കാദമികമായ തലത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതല്ല, ഒരു പുതിയ കണ്ടെത്തൽ, നിങ്ങൾക്ക് കിട്ടിയ അറിവിൽ നിന്ന് ഒരു പുതിയ കണ്ടെത്തൽ കൂടി ആ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് വിജ്ഞാനമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണങ്ങളോടായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളെ ഉറക്കം വരുന്നുണ്ട്. ചിന്താവിശേഷീത എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. മലയാളം BA പഠിച്ച ആരും വായിച്ചിട്ടില്ല? ഞാൻ നിങ്ങളെ കളിയാക്കൊണ്ട് ചോദിച്ചതല്ല.
ഇല്ലെങ്കിൽ അത് തുടരണം. നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഏതാ BA പഠിക്കുന്ന ആശാന്റെ കവിത? ആശാന്റെ കവിത BA പഠിക്കാനില്ല ഇല്ലേ? വീണപ്പൂ വീണപ്പൂവാണോ പഠിക്കുന്നത്? പിന്നെ ആരാ ഇല്ലെന്ന് പറഞ്ഞു? ആശാന്റെ കവിത എങ്ങനെ കരിക്കുലത്തിൽ വരാത്തത്? എന്തായാലും ആശാന്റെ എന്നല്ല, നിങ്ങൾ മലയാളത്തിലെ ഒട്ടുമിക്ക കവിതകൾ വായിക്കണം. ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം, ചെറുകഥയോ നോവലോ വായിക്കുന്നവരല്ല. നിങ്ങൾക്ക് സാഹിത്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു സാഹിത്യ രൂപം നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അത് കവിതയാണ്. അതുകൊണ്ടാണ് കവിത എല്ലാത്തിനും മേലെ എന്ന് പറയുന്നത്. നോവലോ ചെറുകഥയിൽ നിന്ന് നിങ്ങൾക്ക് കവിതയിൽ നിന്ന് കിട്ടുന്ന അറിവ് ലഭിക്കും. കാരണം അതൊരു കഥയാണ്. ആ കഥയെ നമുക്ക് വ്യാഖ്യാനിക്കുകയും നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഇന്ത്യയുടെ നാലുകെട്ട് വായിച്ചാൽ നമുക്ക് ആ നാലുകെട്ടിനെ കുറിച്ച് ലേഖനം എഴുതാം, അതിനെ വിമർശിക്കാം. പക്ഷേ അതിനൊരു അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഏക സാഹിത്യ രൂപം എന്ന് പറയുന്ന കവിതയാണ്. കവിത മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് നമുക്കൊരു വേണം, ഒരു കാവ്യാനുശീലനം, കവിത ആസ്വദിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും. അല്ലാതെ വെറുതെ വായിച്ചു പോയിട്ടാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. വൈജ്ഞാനിക ഭാഷയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് വിജ്ഞാനമായി രൂപാന്തരപ്പെടുന്നത്? അതിന് ഉദാഹരണം ചിന്താവിഷയ സീതയുണ്ട്. സീത ശ്രീരാമനെ ഉപേക്ഷിച്ച് വിട്ടുപോകുന്നൊരു രംഗമുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആശാന്റെ കവിതകൾക്കൊക്കെ അവസാന ഭാഗത്ത് വളരെ വൈകാരികമായ തലമുണ്ട്. ഈ നായകനെ വിട്ടുപോകുമ്പോഴോ നായിക ആത്മഹത്യ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന വളരെ വൈകാരികമായ തലം ആശാന്റെ ഏത് കവിത എടുത്ത് നോക്കിയാലും, ദുരവസ്ഥ ഒഴിച്ച് ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അതിൽ രാമനെ സീത വിട്ടുപോകുമ്പോൾ ആശാൻ എഴുതൊരു വരിയുണ്ട്. സീത രാമനോട് പറയുന്നത് ജ്ഞാനഭാഷ എങ്ങനെ വൈജ്ഞാനിക ഭാഷയായി മാറുന്ന ഉദാഹരണമാണ്. പ്രിയ രാഘവ വന്ദനം ഭവാൻ, ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ, ഭയമറ്റു പറന്നുപോയിടാം സ്വൈവീ ദ്യോഗിയുടെ ആശ്രയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല. പറഞ്ഞു പറ, ഉറക്കപ്പറ, പെൺകുട്ടികൾ ഉറക്കപ്പറ. ആ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞത് വായിച്ച് മനസ്സിലാക്കിയത്? ഇത് ഈ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് ആ കവിതയുടെ ഒരു വാച്യാർത്ഥം മാത്രം. ഇതുമായി ആശാൻ ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ ആ കവിതയുടെ രസം നുകരാനോ പറ്റിയ ഒന്നും ഈ പറഞ്ഞില്ല. ഇത് വാസ്തവത്തിൽ സീതരാമന് കൊടുക്കുന്നൊരു മംഗളമാണ്. ആ കവിതയിലെ 4 വരികൾ മുഴുവൻ ധ്വനനക്ഷമമാണ്, ധ്വനിയാണ്. ധ്വനി എന്ന് പറയാൻ എന്താണെന്നറിയോ? നേരിട്ട് പറയുന്നതല്ല, നേരിട്ട് പറയുന്നത് വ്യംഗ്യമാണ്. ഗംഗയാ ഘോഷത, സംസ്കൃതത്തിലൊരു വാക്കാണ് ഗംഗയാ ഘോഷത എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? ആനന്ദവർദ്ധൻ ഗുരുസിദ്ധാന്തൻ പറയുന്നതാണ് ഗംഗയാ ഘോഷത. ഗംഗയിൽ ഒരു കുടിലുണ്ട്. അപ്പൊ അടുത്ത ചോദ്യമുണ്ട്, ഗംഗയിൽ ഒരു കുടിലുണ്ട്, ഗംഗയെ കുടി കെട്ടാൻ പറ്റുമോ? ഗംഗാ നദിയിൽ കുടിൽ കെട്ടാൻ പറ്റുമോ? ഒരു നദിയിൽ എങ്ങനെ കുടിൽ കെട്ടുന്നത്? ഇല്ല. അത് വാച്യാർത്ഥം. ഗംഗയാ ഘോഷക, ഗംഗയിൽ ഒരു കുടിലുണ്ട്, അത് വാച്യാർത്ഥം. എൻ്റെ വ്യത്യാസം എന്താണ്? ഗംഗയുടെ തീരത്ത് ഒരു കുടിലുണ്ട്. പക്ഷേ ആ ശ്ലോകത്തിൽ ഗംഗയിൽ ഇത് മാത്രമേ പറഞ്ഞു. പക്ഷേ അതിൻ്റെ വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ഗംഗയിൽ ഒരു കുടിലുണ്ട്. ഗംഗയിൽ കുടിൽ കെട്ടാൻ പറ്റില്ല, അത് അസംബന്ധമാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചൊരു ഭാര്യ അവരുടെ തെറ്റല്ലാത്തത് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒരു ഭർത്താവിന് മംഗളം നേരുകയാണ്. പക്ഷെ അത് വാച്യാർത്ഥം. കവിതയിൽ വാച്യാർത്ഥത്തിന് സ്ഥാനമില്ല. കവിതയിലെ വ്യംഗ്യാർത്ഥത്തിലാണ്, ധ്വനിക്കാണ് സ്ഥാനം. അതാ കുന്തം വരുന്നു. എന്താ അതിൻ്റെ അർത്ഥം?
അതാ കുന്തം വരുന്നു. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അതാ കുന്തം വരുന്നു. കുന്തത്തിന് വരാൻ പറ്റുമോ തനത്തെ? അപ്പൊ അതിന്റെ വിജ്ഞാനം എന്താണ്? കുന്തം പിടിച്ചുകൊണ്ടിരാൻ വരുന്നു. പക്ഷെ അതെന്തിനാക്കല്ല പ്രസക്തി, കുന്തത്തിനാണ് പ്രസക്തി. അതുകൊണ്ട് വാച്യാർത്ഥത്തിൽ പറയണത് അതാ കുന്തം വരുന്നു. കുന്തത്തിന് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, അതിന് പിറകിൽ ഒരു കുന്തക്കാരനുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ കവിതയിൽ എപ്പോഴും നമ്മൾ പറയേണ്ടത് ധ്വനിയാണ്, വ്യംഗ്യാർത്ഥമാണ്. 3 വ്യാപാരങ്ങളുണ്ട് കവിതയിൽ: വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം, വ്യാഖ്യാർത്ഥം, വ്യംഗ്യാർത്ഥം, വ്യതിരാർത്ഥം. അപ്പൊ പ്രിയരാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നുപോയിടാൻ സ്വയം ഈ ദ്രൗവിലെ രാശ്രയം വിന എന്ന് പറഞ്ഞാൽ പ്രിയരാഘവ. എൻ്റെ ചോദ്യം ഇതിലേക്ക് വരികയാണ്, ചോദ്യമാണ്, ഉത്തരം പറയാം. പ്രിയപ്പെട്ട രാഘവ, ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. വന്ദനം, അങ്ങേക്ക് വന്ദനം. ഭവാൻ, വന്ദനം ഭവാൻ. ഈ ആശാന്റെ കവിതയിലെ ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, മലയാളം പഠിച്ച കുട്ടികൾ, ഈ ഇത് വരും, ദുരാർത്ഥം, അന്വയദോഷം എന്ന് പറയും. അന്വയദോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും ചില ആൾക്കാർ പഠിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു. ഭവാൻ ഇവിടെ ഉയരുകയല്ല. ആ കവിത എഴുതിയത് അച്ചടിച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ആൾക്കാർ: പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു. ഭവാൻ ഉയരുകയല്ല, പ്രിയ രാഘവ വന്ദനം ഭവാൻ. അവിടെ നിർത്തി. അടുത്തത് അന്വയിക്കിടയിൽ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ. അങ്ങയുടെ ഭുജമാകുന്ന, അങ്ങയുടെ തോളാകുന്ന ശാഖ വിട്ട് ഞാൻ ഉയരുകയാണ്. ഭയമറ്റു പറന്നു പോയിടാം. ഭയമില്ലാതെ സീതയാകുന്ന ഈ പക്ഷി അങ്ങയുടെ ഭുജമാകുന്ന അങ്ങയുടെ ഭുജമാകുന്ന തോളാകുന്ന ഈ ശാഖയിൽ നിന്ന് ഭയമറ്റു പറന്നു പോയിടാം. സ്വയമേ ദ്യോപിരാശ്രയം വിന. ഈ ആശ്രയം വിന എന്ന് പറഞ്ഞാൽ ആശ്രയം കൂടാതെ ഈ ദ്യോപിലേക്ക്, ഈ ആകാശത്തിലേക്ക് സീതയാകുന്ന പക്ഷി രാമന്റെ ഭുജമാകുന്ന ശാഖ വിട്ട് പറന്നുയരുകയാണ്. ഇതാണ് അതിന്റെ വാച്യാർത്ഥം. ഞാൻ ഇപ്പോഴും പറഞ്ഞത് വ്യത്യാസമല്ല, ഇതിന്റെ വാച്യാർത്ഥമാണിത്. പ്രിയരാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നുപോയിടാൻ സ്വയം ഈ ദ്യോപിലെ ആശ്രയം വിന. വിന എന്ന് പറഞ്ഞാൽ കൂടാതെ, ഭയം കൂടാതെ സീതയാകുന്ന ഈ പക്ഷി രാമന്റെ ഭുജമാകുന്ന ശാഖ വിട്ട് പറന്നകലുകയാണ്. ഇത് വാച്യാർത്ഥം. ഈ വ്യംഗ്യാർത്ഥം എന്താണ്? വ്യംഗ്യാർത്ഥം എങ്ങനെയാണ് തെളിയുന്നത്? കവിതയുടെ വ്യംഗ്യാർത്ഥം തെളിയിക്കുന്നത് എങ്ങനെയാണ്? കവിതയുടെ അന്തരാർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? കവിത എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്? നിങ്ങൾ തുടക്കമായി രാഘവ, എന്തിനാണ് ആശാൻ രാഘവ എന്ന് തന്നെ കൊണ്ട് സീതയെ കൊണ്ട് രാമനെ പഠിപ്പിച്ചത്? ശ്രീരാമൻ എത്രയോ പര്യായ പദങ്ങളുണ്ട്. ദാശരഥി, രാമചന്ദ്രൻ, ഒത്തിരി പര്യായങ്ങളുണ്ട്. അവിടെ എങ്കിലും വൃത്തബന്ധം വരത്തുമില്ല. എന്തിനാണ് പിന്നെ കൃത്യമായി അവിടെയാണ് ആശാൻ മഹാകവിയാകുന്നത്. മഹാകവി വരുന്നത് ആശാൻ മഹാകവിയാകുന്ന ഒരു സന്ദർഭം മാത്രമാണ്. എന്തുകൊണ്ടാണ് രാഘവ എന്ന പദം അവിടെ ഉപയോഗിച്ചത്? നിങ്ങൾ കവിത വായിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം കവിതയുടെ താക്കോല് കൊണ്ട് നിങ്ങൾ ആ താഴ് തുറക്കേണ്ടത്. ആ രാഘവൻ എന്ന് പറയുന്നത് ഒരു താക്കോലാണ് കവിതയിലേക്ക്, ആ 4 വരികളിലേക്ക്. രാഘവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്, നിരുക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ ഒരു പ്രത്യേക പദം ഉപയോഗിക്കുമ്പോൾ കൃതകസ്ഥനായ ഒരു കവിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായി. അല്ലാതെ എന്നാൽ പിന്നെ പ്രിയ രാമ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പ്രിയ രാഘവ എന്ന് പറയുന്നതിന് ആ കോണ്ടെക്സ്റ്റുമായിട്ട്, ആ സന്ദർഭവുമായിട്ട് ബന്ധം. ആ സന്ദർഭത്തിന്റെ കിളിവാതിൽ തുറക്കുമ്പോഴാണ് ആ കവിതയുടെ അന്തസാരത്തിലേക്ക് ഒരു അനുവാചകന് അല്ലെങ്കിൽ ഒരു അനുവാചകയ്ക്ക് പ്രവേശിക്കാൻ കഴിയും. അതല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കി ഇതാണ് രാവിലെ മംഗളഗതി കൊണ്ടൊക്കെ പോവുകയാണ് സീത എന്ന് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാച്യാർത്ഥമാണ്. ഞാൻ വ്യംഗ്യാർത്ഥത്തിലേക്ക് കടന്നില്ല. ആ വ്യംഗ്യാർത്ഥത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ, ആ കവിതയുടെ ധ്വനനക്ഷമത അറിയണമെന്നുണ്ടെങ്കിൽ ആ രാഘവ എന്ന വാക്കിൽ നിന്ന് തുടങ്ങും. എന്താ രാഘവൻ എന്ന വാക്കിന്റെ അർത്ഥം? രാഘവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ മലയാളം പഠിച്ചിട്ട് നിങ്ങൾ ഈ വാക്കുകളുടെ അർത്ഥമൊന്നും നോക്കിയിട്ടില്ല. സാഹിത്യം പഠിച്ച കുട്ടികൾ
ഉറക്കെ പറ. കറക്റ്റാണ്. രഘുവംശത്തിൽ പിറന്നവൻ രാഘവൻ. എന്തുകൊണ്ടാണ് രഘുവംശത്തിൽ പിറന്നവനെ എന്ന് സീത വിളിക്കാൻ കാര്യം? ഞാൻ ചോദ്യം ആ കവിതയുടെ ആഴങ്ങളിലേക്ക് പോവാണ്. എന്തുകൊണ്ടാണ് രഘുവംശത്തിൽ പിറന്നവനെ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. രാമൻ എന്തുകൊണ്ടാണ് സീതയെ ഉപേക്ഷിച്ചത്? ഏതോ ഒരു അലക്കുകാരൻ രചകൻ രാവണന്റെ കൂടെ കഴിഞ്ഞവളാണ് സീത, അതുകൊണ്ട് ചാരിത്രശുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ് രാജാവ് എന്ന നിലയ്ക്ക് ഒരു അപശ്രുതി പറഞ്ഞപ്പോൾ സ്വന്തം കുലമഹിമയെ ഓർത്ത് തൻ്റെ കുലത്തിൽ ഇതുവരെ ഒരു രാജാക്കന്മാരും ചെയ്യാത്ത ഒരു കാര്യം തൻ്റെ വംശമഹിമയിൽ രാമന് വല്ലാത്ത അങ്കലാപ്പായി. ആ കുലമഹിമ കൊണ്ട് ആ വംശമഹിമയിൽ രമിച്ചത് കൊണ്ടാണ് തൻ്റെ കുലബോധം തൻ്റെ വംശബോധം നശിക്കുമെന്ന വ്യഥ കൊണ്ടിട്ടാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത്. ശ്രീരാമന് വേണ്ടി ഉപേക്ഷിച്ചതല്ല സീതയെ. ശ്രീരാമൻ തൻ്റെ വംശത്തിന്, സൂര്യവംശത്തിന്, രഘുവംശത്തിന് ഇത് കാരണം ഒരു അപഖ്യാതി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അപമാന ഭീതി ഓർത്ത് ശ്രീരാമൻ ഉപേക്ഷിച്ചത്. അത് സീതയ്ക്ക് അറിയാം. അപ്പൊ ആ രാഘവ എന്നുള്ള വിളിയിൽ മുഴുവൻ രാമനോടുള്ള എല്ലാ ഈർഷയും നിരാശയും കോപവും അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായി? രാഘവ, കുലമഹിമയിൽ ഭ്രമിക്കുന്നവനായ നീ, വംശമഹിമയിൽ ഭ്രമിക്കുന്നവനായ നീ, ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മുഴുവൻ ഈർഷയും കോപവും നിരാശയുമല്ല ആ രാഘവ എന്ന് പറയുന്ന ഒരൊറ്റ സംബോധനയിൽ ആശാൻ അടക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ കവിതയുടെ താക്കോൽ പഴുതിലൂടെ കുടന്നു കയറേണ്ടത്. പ്രിയ രാഘവ തീർന്നില്ല. വന്ദനം ഭവാൻ, ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ. അങ്ങയുടെ ഇതുവരെ അങ്ങയെ ആശ്രയിച്ച് നിന്ന് ഞാൻ പറഞ്ഞകലുകയാണ്. എങ്ങനെ? അവിടെയാണ് സ്ത്രീയുടെ സ്ത്രീത്വം ഉണ്ടാകുന്നത്. ഭയമറ്റു പറന്നു പോയിടാം, എനിക്ക് ഭയമില്ല, ഞാൻ രാമന്റെ ഭാര്യ അല്ലാതാകുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ എനിക്കൊന്നും സംഭവിക്കില്ല. ഭയമറ്റു പറന്നു പോയിടാം. ഇനി ഒരു വാക്കുണ്ട്, സ്വയം ഈ ദ്യോവിനൊരാശ്രയം തീര. സ്വയം. 914 ആശാൻ കവിത എഴുതുന്നത്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കാനോ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്ത് സ്വയം, ആ വാക്കിന് ആ കവിതയിൽ വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്വയം തീർന്നില്ല. ആശ്രയം ദിന. രാമ, എനിക്ക് നിന്റെ ആശ്രയം വേണ്ട, നിന്റെ ആശ്രയം കൂടാതെ സ്വയം ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുകയാണ്. ഒരു സ്ത്രീയുടെ 914 സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ചിന്താവിഷ്ണയ സീതയിലെ 147 ശ്ലോകം. കവിതയെ വായിക്കുമ്പോൾ ഒരൊറ്റ അർത്ഥത്തിൽ വായിക്കരുത്, അത് വാച്യാർത്ഥം മാത്രമാണ്. സീതാരാമനോട് മംഗളം പറഞ്ഞിട്ട് പറഞ്ഞു പോവാണ് പക്ഷിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കവിതയുടെ എല്ലാ രാസഘടകങ്ങളെയും ഇല്ലാതാക്കുകയാണ്. രാഘവ എന്ന അഭിസംബോധന തുടങ്ങുന്നതോടെ സീതയുടെ രാമനോടുള്ള വെല്ലുവിളി, ആ ഈർഷ, ആ നിരാശ, ആ കോപം, നിന്റെ വംശബോധം കൊണ്ടാണ്, കുലബോധം കൊണ്ടാണ് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടത്. നിനക്കെന്നെ അറിയാം ഞാൻ ചാരിത്രവതിയാണെന്ന്. എന്നിട്ട് നിന്റെ വംശത്തെ ഓർത്ത്, കുലത്തെ ഓർത്ത്, അതുകൊണ്ട് രാഘവ എന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ആ രീതിയിൽ വേണം കവിയെ വ്യാഖ്യാനിക്കാൻ. സ്വയം ഈ ടൂവിലൊരു ആശ്രമില്ല. ആശാൻ എഴുതിയത് 914 ഓർക്കണം. ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ സ്വന്തമായിട്ട് പ്രവർത്തിക്കാനോ ഇടമില്ലാത്ത ഒരു കാലത്ത് കൃത്യമായിട്ട് ആശാൻ പറഞ്ഞെന്താണ്? സ്വയം ഈ ദ്യോവിനൊരു ആശ്രയം. ആശ്രയം കൂടാതെ സ്വയം ജീവിക്കാൻ എനിക്ക് സന്നദ്ധയാണ് ഞാൻ. അതാണ് സീതയുടെ മാത്രമല്ല, അന്നത്തെ കേരളീയ സ്ത്രീത്വത്തെ പ്രാതിനിധ്യം കൂടി സീത അവിടെ ഉൾക്കൊള്ളുകയാണ്. ആ 4 വരിയിൽ ഇത്രയും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതാണ് കൃത്യമായിട്ട് കവിതയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ പറഞ്ഞു പോകുന്ന വാക്കുകളുടെ ഉപരിപ്ലവമായ തലങ്ങളുടെയുള്ള അർത്ഥം പറച്ചിലല്ല കവിതയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഏത് സന്ദർഭത്തിൽ ഏത് വാക്ക് ഉപയോഗിക്കുന്നു. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കവിതയുടെ വ്യാഖ്യാനത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്, അല്ലേ? ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഗണപതി എന്ന് പറയുന്നൊരു കവിതയുണ്ട്, വള്ളത്തോളുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ചിന്താവിശേഷത കേട്ടിട്ടില്ലെങ്കിൽ ഗണപതി കേൾക്കാൻ സാധ്യതയില്ല. കാരണം അത്രമേൽ പ്രസിദ്ധമായ കവിതയല്ല. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അപ്പം ചോദിക്കണേ. ഉണ്ടോ? വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറഞ്ഞ കവിതയെ കേട്ടിട്ടുണ്ടോ?
വള്ളത്തോളാണ് എഴുതിയത്. വള്ളത്തോളിൻ്റെ നിങ്ങൾ അത്യാവശ്യം ഈ പ്രസിദ്ധമായ കവിതകളെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ, ഗണപതി അത്രമേൽ പ്രസിദ്ധമായ കവിതയല്ല, പക്ഷെ അതിൻ്റെ അകത്ത് ഈ വള്ളത്തോളൊരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലെ പ്രകരണ ശുദ്ധിയുള്ള ഏറ്റവും വലിയ കവി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയുന്നത് വള്ളത്തോളാണ്, ആശാനല്ല. പ്രകരണ ശുദ്ധി എന്ന് പറഞ്ഞാൽ പ്രകരണം എന്ന വാക്കിൻ്റെ അർത്ഥം സന്ദർഭം എന്നാണ്. സന്ദർഭം നോക്കി വാക്ക് ഉപയോഗിക്കും. അതൊരു പ്രത്യേക കഴിവാണ്. അത് എല്ലാ കവികൾക്കും അത് കിട്ടണമെന്നില്ല. സന്ദർഭം നോക്കി വാക്ക് ഉപയോഗിക്കും. അങ്ങനെ പ്രകരണ ശുദ്ധി എന്നാണ് അതിന് സംസ്കൃതി പറയുന്നത്. അത് ഏറ്റവും കൂടുതലുള്ള കവി വള്ളത്തോളാണ്. അദ്ദേഹത്തിൻ്റെ ഗണപതി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: വെണ്ണ തോർക്കും ഉടലിൽ സുഗന്ധ്യാമെണ്ണ തേച്ച അരയിൽ ഒറ്റ മുണ്ടുമായി തിണ്ണമേൽ അമരുമാ നതാക്കി മുക്കണ്ണനേക്ക് വിഴികൾക്കൊരുത്സവം. ഇതൊക്കെ മനസ്സിലായി കാണില്ലെന്ന് എനിക്കറിയാം. അതിൻ്റെ ഓരോ വാക്കും ഞാൻ ഇടപിടിച്ച് പറഞ്ഞുതരാം. വെണ്ണ തോർക്കും ഉടലിൽ, അത് വള്ളത്തോളിൻ്റെ ഒരു അപൂർവമായ പ്രയോഗമാണ്. ഇത് വള്ളത്തോളിൽ നിന്ന് വയലാർ കടമെടുത്തിട്ടുണ്ട്. വള്ളത്തോളിൽ പാട്ട്, വയലാറിൻ്റെ പാട്ടുണ്ട്: വെണ്ണ തോർക്കും ഉടലിൽ, വെണ്ണ തോർക്കും ഉടലോടെ ഇളം വെണ്ണിലാവിൽ. ആ വള്ളത്തോളിൻ്റെ പ്രയോഗം വയലാർ കടമെടുത്തതാണ്. അത് വയലാറിൻ്റെ പ്രയോഗമല്ല. കാരണം ഈ കവിത എഴുതി 1917. വെണ്ണ തോർക്കും ഉടലിൽ സുഗന്ധ്യാമെണ്ണ തേച്ച് അരയിൽ ഒറ്റ മുണ്ടുമായി തിണ്ണമേൽ അമരുമാ നതാങ്കി മുക്കണ്ണനേകി വിഴികൾക്ക് ഉത്സവം. പാർവതി ദേവി കുളിക്കുന്നതാണ് സന്ദർഭം. വെണ്ണ തോൽക്കും ഉടൽ, വെണ്ണ പോലും തോൽക്കുന്ന അത്രയും മിനുസമാർന്ന ശരീരം. ആ ഉടലിൽ സുഗന്ധ്യാമെണ്ണ തേച്ച്, സുഗന്ധപൂരിതമായ തൈലം തേച്ച് അരയിൽ ഒറ്റ മുണ്ട് മാത്രം ധരിച്ച് തിണ്ണമേൽ അമരുമാ നതാങ്കി, തിണ്ണമേൽ ഇരിക്കുന്ന നതാങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്ദരി, നല്ല അവയവങ്ങളുള്ളവർ. അതാണ് നതാങ്കി എന്ന വാക്കിനർത്ഥം. സുന്ദരി. ആ തിണ്ണമേൽ അമരുമാ നതാങ്കി മുക്കണ്ണനേകി വിഴികൾക്ക് ഉത്സവം. ആരാ മുക്കണ്ണൻ? അത് ശിവനാണെന്ന് എല്ലാവർക്കും അറിയാം. ശിവനാണ് മുക്കണ്ണൻ, 3 കണ്ണുള്ളവൻ, തൃക്കണ്ണൻ. മിഴികൾക്ക് ഉത്സവം. ആ മുക്കണ്ണന് പാർവതി ദേവിയുടെ ആ അസാധാരണമായ സൗന്ദര്യത്തിൻ്റെ ആ ഇരിപ്പ് മിഴികൾക്ക് ഉത്സവമായി. ഓക്കെ, അത്രയാണ് എൻ്റെ വാച്യാർത്ഥം. എൻ്റെ ചോദ്യം അതല്ല, എന്തിനാണ് ഇത്രയും നല്ല പദങ്ങൾ ചേർത്ത ഒരു കവിത, ഒരു വരി, വെണ്ണ, ഉടല്, നതാങ്കി, ഉത്സവം എന്ന് തുടങ്ങി നല്ല പദങ്ങൾ ചേർത്ത ഒരു 4 വരികൾക്കിടയിൽ എന്തിനാണ് മുക്കണ്ണൻ എന്ന് സാമാന്യേന വിലക്ഷണമായൊരു പദം വള്ളത്തോൾ ഉപയോഗിച്ചു? ചോദ്യം കറക്റ്റല്ല. ഇത്രയും നല്ല വരികളുള്ള ഒരു കവിതയിൽ, ഒരു 4 വരി, ഒരു ശ്ലോകത്തിൽ എന്തിനാണ് ശിവൻ രാഘവന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് പര്യായ പദങ്ങൾ ശിവനുണ്ട്, ആയിരക്കണക്കിന്. ശിവസഹസ്രനാമാവലി തന്നെയുണ്ട്, 10,000 ആയിരക്കണക്കിന് പര്യായ പദങ്ങൾ ഉള്ളപ്പോൾ താരതമ്യേന ആരും പ്രയോഗിക്കാത്തൊരു വാക്കാണ് മുക്കണ്ണൻ. തൃക്കണ്ണൻ എന്ന് പറയും. പക്ഷെ മുക്കണ്ണനേകി വിഴികൾക്ക് ഉത്സവം എന്തിനാണ്? ആ വാക്ക് എന്തിനാണ് വള്ളത്തോൾ ഉപയോഗിച്ചത്? ഇത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ വന്നിട്ട് ഇത് അർത്ഥം പറഞ്ഞു പോകല്ല കവിത. നിങ്ങളപ്പോൾ ചോദിച്ചു നോക്കണം, ടീച്ചറെ എന്തിനാണ്, അല്ലെങ്കിൽ സാറ് എന്തിനാണ് വള്ളത്തോൾ ഈ മുക്കണ്ണൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? അല്ലെങ്കിൽ സീത എന്തിനാണ് രാഘവൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? ഇവരാരും വെറുതെ വാക്കുകൾ ഉപയോഗിക്കുന്ന കവികളല്ല, മഹാകവികളാണ്. എന്തിനാ മുക്കണ്ണൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? നിങ്ങൾ ആ കവിതയുടെ ആദ്യത്തെ വരിയിലേക്ക് പോകും. വെണ്ണ തോർക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ച അരയിൽ ഒറ്റ മുണ്ടുമാ തിണ്ണമേൽ അമരുമാ നതാങ്കി മുക്കണ്ണനേകി വിഴികൾക്ക് ഉത്സവം. നമുക്കൊക്കെ എത്ര കണ്ണുണ്ട്? 2. ശിവൻ എന്ന വാക്ക് ഉപയോഗിച്ച ആ 3 കണ്ണുകളുടെ അർത്ഥം കിട്ടുമോ? ഇല്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം വന്നു മംഗളസ്വരൂപം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. അപ്പം 3 കണ്ണുകളോടൊന്നും അർത്ഥമില്ല, ഇല്ലേ? ഒന്നുമില്ലല്ലോ. ശ്രീകണ്ഠേശ്വരൻ എന്ന് പറഞ്ഞാലും 3 കണ്ണുകളോട് അർത്ഥം വരത്തില്ല. അപ്പൊ എന്തിനാണ് ഈ 3 കണ്ണുകളോടെന്ന വാക്ക് ഉപയോഗിച്ചത്? ആ വെണ്ണ തോൽക്കുന്ന ഉടലിൽ സുഗന്ധപൂരിതമായ തൈലം തേച്ച് ഒറ്റ മുണ്ടുമായിട്ട് ആ തിണ്ണയിൽ ഇരിക്കുന്ന നതാംഗിയുടെ, പാർവതിയുടെ ആ സൗന്ദര്യം തൻ്റെ 2 കണ്ണ് തുറന്നുകൊണ്ട് നോക്കിയിട്ടും ശിവന് പൂർണ്ണമായി നുകരാൻ കഴിഞ്ഞു. 3ാമത്തെ കണ്ണു തുറന്നാൽ എന്താണ് അവസ്ഥ? ശിവൻ 3ാമത്തെ കണ്ണു തുറന്നാൽ എന്താണ് അവസ്ഥ? ഈ ലോകം തന്നെ ഭസ്മമാണ്,
അല്ലേ? പക്ഷേ ശിവന്റെ അഗ്നി ആ മുക്കണ്ണിലെ സ്ത്രീജ്വാലയെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗന്ദര്യാതിരേകമായിരുന്നു പാർവതിയുടെ ഉടലിൽ. രണ്ട് കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആ സൗന്ദര്യം മുഴുവൻ നുകരാൻ കഴിഞ്ഞില്ല. അപ്പൊ മൂന്നാമത്തെ കണ്ണു തുറന്നു. ഭൂമിയെ ഭസ്മമാക്കുന്ന തീജ്വാല. പക്ഷെ ആ തീജ്വാലയെ പോലും പരാജയപ്പെടുത്തുന്ന വിധത്തിലുള്ള സൗന്ദര്യാതിരേകമായിരുന്നു പാർവതിയുടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വള്ളത്തോള് ആ മുക്കണ്ണൻ എന്ന വാക്ക് കൃത്യമായി ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങളൊരു കവിത വായിക്കുമ്പോൾ ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്തിനാണ് കവി എങ്ങനെ ഉപയോഗിച്ചത് നിങ്ങൾ ആലോചിക്കുക. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ ആരാണ്? ഉള്ളൂര് കുഞ്ഞുണ്ണി മാഷ്. ഉള്ളൂര് പൊക്കക്കുറവായിരുന്നു, പക്ഷെ ഉപയോഗിച്ചത് കുഞ്ഞുണ്ണി മാഷാണ്. എന്തുകൊണ്ട്? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ആ കവി അതിന്റെ അർത്ഥം എന്താണ്? പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. ഒക്കെ ആ കൂടുതൽ നിസ്സാരമായി പറയുന്നതിന് അർത്ഥമില്ല. പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം. എന്താണ് കുഞ്ഞുണ്ണി മാഷ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആ ഒറ്റ വരി കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പൊക്കം എന്ന ആ വാക്കിനെ നിങ്ങൾ അതിൻ്റെ വാച്യാർത്ഥത്തിൽ എടുക്കരുത്. പൊക്കമില്ലായ്മ എന്ന് പറയുന്നത് ആകാരത്തെ അല്ല, അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവിനെ അല്ല സൂചിപ്പിക്കുന്നത്. മറിച്ചോ? മറിച്ചെന്തിനാ സൂചിപ്പിക്കുന്നത്? കുഞ്ഞുണ്ണി മാഷ് കുള്ളനായിരുന്നു, കുഞ്ഞുണ്ണി മാഷ് പൊക്കം കുറഞ്ഞ ആളായിരുന്നു, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ ഈ ആകാരം കൊണ്ട് പൊക്കമില്ലാത്തതാണ് എൻ്റെ വലിയ ഉന്നതി എന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്നല്ല മനസ്സിലാക്കിയത്. എന്നാൽ ആ പൊക്കത്തിന്റെ അർത്ഥം അതല്ല, അഹംബോധം എന്നാണ്. അഹംബോധമില്ലായ്മയാണ് എൻ്റെ പൊക്കം, എൻ്റെ ഉന്നതി, എൻ്റെ ഉയർച്ച. എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ അഹംബോധമില്ലായ്മയാണ്. അവിടെ പൊക്കത്തിന് അഹംബോധം എന്ന അർത്ഥമാണ് കുഞ്ഞുണ്ണി മാഷ് ഉദ്ദേശിച്ചത്. അല്ലാതെ തൻ്റെ ഉയരക്കുറവിന് ആകാരം കൊണ്ടുള്ള തൻ്റെ ഉയരക്കുറവിനല്ല. എൻ്റെ അഹംബോധമില്ലായ്മയാണ് എൻ്റെ പൊക്കം. അതാണ് എന്നെ ഒരു കവിയാക്കി മാറ്റിയത്. ഇങ്ങനെ വേണം കവിതയെ പൂരിപ്പിക്കാൻ. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകൾ വായിക്കുമ്പോഴൊക്കെ ഒരു പൂരണം അവിടെ കിടപ്പുണ്ട്. മൂപ്പര് ഒന്നും ഫുള്ളായിട്ട് പറയില്ല, അത് പൂരിപ്പിക്കേണ്ട ജോലി വായനക്കാരാണ്. നിങ്ങൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഏത് കവിതയെ ശകലം എടുത്ത് നോക്ക്, അതിന് മൂന്ന് വരി ഉണ്ടെങ്കിൽ നാലാമതൊരു വരി പൂരിപ്പിക്കാനുണ്ടാവും. അത് വായനക്കാരന് വിട്ടുകൊടുക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജ്ഞാനഭാഷയിലേക്കാണ്. നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2-3 ഉദാഹരണങ്ങളിൽ കിടന്നത്. അപ്പം കേവലമായ രാഘവ എന്നുള്ള സംബോധന എന്ന് പറയുന്നത് രാഘവൻ രഘുവംശത്തിൽ പറഞ്ഞവരാണെന്നുള്ള നമ്മുടെ അറിവാണ്. ആ അറിവിനെ, ആ ജ്ഞാനത്തെ, രഘുവംശത്തിൽ പറഞ്ഞവരാണ് രാഘവൻ എന്നുള്ള കേവലമായ അറിവിനെ, ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റുന്നത് രാമന്റെ വംശത്തെക്കുറിച്ചുള്ള, കുലത്തെക്കുറിച്ചുള്ള, ജാതിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇവിടെയാണ് ജ്ഞാനം വിജ്ഞാനമായി മാറുന്നത്. അതൊരു പരിണാമമാണ്. അതിന് ജ്ഞാനപരിണാമം എന്ന് പറയും. ജ്ഞാനത്തിൽ നിന്നുള്ളൊരു പരിണാമം, ജ്ഞാനപരിണാമമാണ് വിജ്ഞാനമായി മാറുന്നത്. അതുകൊണ്ട് വൈജ്ഞാനിക ഭാഷ എന്ന് പറഞ്ഞാൽ കേവലമായ അറിവ് നൽകുന്ന ഭാഷയല്ല, അറിവുകൾ പകരുന്ന ഭാഷ മാത്രമല്ല, ആ അറിവിൽ നിന്ന് പുതിയ കണ്ടെത്തലുകളിലേക്ക് കൂടി പോകുന്നതായിരിക്കണം വൈജ്ഞാനിക ഭാഷ. ഇല്ലേ? ഞാൻ പറഞ്ഞത് ബോധ്യമായി. അപ്പൊ അതാണ് വൈജ്ഞാനിക ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വൈജ്ഞാനിക ലോകമാണ്. ഇന്റർനെറ്റോ വിവരസാങ്കേതിക വിദ്യയോ ഇമെയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടല്ല അത് ആധുനിക ലോകം അല്ലെങ്കിൽ വിജ്ഞാന ലോകമായി മാറുന്നത്. വിജ്ഞാന ലോകമായി മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്ന ഏതൊരു പുതിയ അറിവും ഒരു പുതിയ ലോകത്തെ തുറന്നു കാണിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവ് വളരെ നിസ്സാരമായിരിക്കാം, പക്ഷേ ആ അറിവിനെ ഡെവലപ്പെടുത്തുക, അതിനെ ഡെവലപ്പ് ചെയ്ത് അതിന് നിങ്ങളുടേതായ ഒരു വ്യാഖ്യാനം നൽകുമ്പോഴാണ് ഈ ലോകം വിജ്ഞാന ലോകമായി മാറുന്നത്. അല്ലേ?
നമ്മൾ ശാസ്ത്രജ്ഞർ കണ്ടുപിടുത്തം നടത്തിയെന്ന് പറയും. അതൊരു വൈജ്ഞാനിക തലമാണത്. അതൊരു വൈജ്ഞാനിക ലോകത്തിലേക്ക് കടന്നു പോകുന്നൊരു തലമാണത്. അപ്പം നമ്മൾ ഈ അറിവിനെ സ്വാംശീകരിച്ച് മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ വെക്കുകയല്ല ചെയ്യേണ്ടത്. അത് അറിവിൻ്റെ ആദ്യത്തെ ഘട്ടം മാത്രമാണ്. നമ്മളൊരു വൈജ്ഞാനിക മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ, വൈജ്ഞാനിക ലോകത്തിലേക്ക് നമ്മൾ കടന്നു പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, ആ മനനം ചെയ്ത കേവലമായ അറിവിനെ വികസിപ്പിച്ച് അത് വൈജ്ഞാനിക തലത്തിലേക്ക് അതിനെ ഉയർത്തണം. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഒരു വാർത്ത വായിക്കുന്നു, പത്രത്തിലൊരു വാർത്ത വായിക്കുന്നു. ആ വാർത്തയിൽ നിന്ന് ആ റിപ്പോർട്ടർ ചെയ്യുന്ന വാർത്താ ശകലങ്ങളിൽ മാത്രം ഉടക്കി നിൽക്കരുത്. അത് അയാളുടെ കണ്ടെത്തലാണ്. അതിലെന്തെങ്കിലും അന്തർരഹസ്യം അവിടെ മറഞ്ഞ് കിടപ്പുണ്ടോ എന്നൊരു ചിന്ത നിങ്ങൾക്ക്. അത് ഏത് കാര്യം, ഒരു ക്രൈം ആകട്ടെ, ഏത് കാര്യമാണ് നിങ്ങളത് ഡെവലപ്പ് ചെയ്യണം. ഒരാൾ പറയുന്നത് മുഴുവൻ നമ്മൾ അബ്സോർവ് ചെയ്യണ്ട. ആ അബ്സർവേഷന് പകരം അത് ചെയ്യാം. അത് ചെയ്യുന്നതിന് പകരം അതിലെ ശരി കണ്ടെത്തലുകൾ, അതിലെ യുക്തി, അതിലെ ലോജിക്ക്, ഇതിങ്ങനെയാണോ, ഇതുകൊണ്ടാണ് ആ കൊലപാതകം നടന്നത്, ആ രീതിയിൽ ഒരു ക്രൈം ആണെങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മുടെ മനസ്സ് പാർന്നിടത്താണ് ജ്ഞാനം എപ്പോഴും വിജ്ഞാനമായി മാറുന്നത്. അത് കേവലമായ അറിവല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാഹിത്യത്തിലെ ഭാഷയുടെ കാര്യം പറയും. അപ്പോൾ ഭാഷ നിങ്ങൾക്ക് അറിയാം, അത് കേവലമായ ആശയവിനിമയത്തിനൊരു ഉപാധി മാത്രമല്ല. ഭാഷയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ഭാഷയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. നമ്മൾ ഒരാളോട് പെരുമാറുമ്പോൾ നമ്മൾ ആംഗ്യഭാഷ എന്ന് പറയും. ആംഗ്യഭാഷ കൊണ്ട് പോലും നമുക്ക് ഒരാളിൻ്റെ സംസ്കാരം തിരിച്ചറിയാൻ കഴിയും. ഒരാളുടെ നോട്ടം കൊണ്ട് ഭാഷ നിങ്ങൾ നോക്കണം, അതൊക്കെ ഭാഷയാണ്. നോട്ടം എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. വാ തുറന്ന് നാവ് ചലിപ്പിക്കുന്നത് കൊണ്ടല്ല ഒരു കാര്യം ഭാഷയാകുന്നത്. അത് പഴയകാല ഒരു കൺസെപ്റ്റാണ്. ഒരു നോട്ടം ഭാഷയാണ്, ഒരു ചിരി ഭാഷയാണ്, ഒരു കരച്ചിൽ ഭാഷയാണ്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് നാവ് ജിഹ്വയുടെ അഗ്രം കൊണ്ട്, അത് കേരള പണിയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ് ഒരു വാക്ക് എങ്ങനെ ഉച്ചരിക്കുന്നത്? ജിഹ്വ, നാവിൻ്റെ അറ്റം ദന്തമൂലത്തില് ഈ പല്ലിന്റെ വേരില് സ്പർശിക്കുമ്പോഴാണ് നമ്മുടെ അക്ഷരം പുറത്തേക്ക് വരുന്നത്. ആ കണ്ഠ്യമാണ്. അവിടെ നാവിന് വലിയ ശക്തിയില്ല. ചുണ്ട്, കോഷ്ടി, അങ്ങനെ നമ്മുടെ ചുണ്ടും നാവും കൊണ്ടാണ് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുക. അത് ഭാഷയുടെ ഒരു ഘടന മാത്രമാണ്. അത് കേവലമായ ഒരു ഘടന മാത്രമാണ്. പക്ഷെ ഭാഷ അത് മാത്രമല്ല. ഒരു കണ്ണ്, നിങ്ങൾ വെറുതെ ഇരിക്കുക, നിശ്ചേഷ്ടനായിരിക്കുന്ന നിങ്ങളുടെ ഒരു ഭാഷയുണ്ട്, നിശ്ചലനായിരിക്കുന്ന നിങ്ങളുടെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ വൈവിധ്യം മാറുന്നത് കേട്ടോ. നിങ്ങളൊരാളെ നോക്കി ചിരിക്കുമ്പോൾ ആ ചിരിയിലൊരു ഭാഷയുണ്ട്. നമ്മൾ കൈ ഉയർത്തുമ്പോൾ ഒരു ഭാഷയുണ്ട്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് കേവലമായ ആശയങ്ങൾക്കുള്ള ഉപാധി മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ കൾച്ചറിനെയും സംസ്കാരത്തെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട്, ഒരു കുറ്റാന്വേഷകനോട് ചോദിച്ചപ്പോൾ ഒരാൾ അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ബോഡി ലാംഗ്വേജിൻ്റെ ശരീരഭാഷ എന്നുള്ള ഭാഷയാണ്. എന്താണ്? അയാൾക്ക് എന്തോ മറച്ചു വെക്കാൻ. ഇങ്ങനെ എന്താ കഴിക്കുന്നത് അയാളുടെ മുന്നിൽ? അപ്പൊ ഇതെല്ലാം ഭാഷയാണ്. എല്ലാവർക്കും ഭാഷയുണ്ട്, എല്ലാ തരത്തിലുള്ള ഭാഷയുണ്ട്, പലതരം ഭാഷകളുണ്ട്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുതരാം. ആദിവാസികൾക്കിടയിൽ ഒരുപാട് ഭാഷയുണ്ട്. ഒരു ആദിവാസി ഉപയോഗിക്കുന്ന ഭാഷയല്ല വേറെ ആദിവാസി ഉപയോഗിക്കുന്നത്. കുറിച്ചിയുടെ ഭാഷയല്ല അടിയാളരുടെ ഭാഷ. നിങ്ങൾ മറ്റേ കാളായിട്ട് PK കാളത്തിൽ പറഞ്ഞാണ് കേട്ടിട്ടുണ്ട്. PK കാളൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ വീട് ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അടിയാള വംശത്തിൽപ്പെട്ട ആളാണ്, ആദിവാസികൾ. കേരള ഫോക്ലോർ ചെയർമാൻ. ഗദ്ദിക എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. ഗദ്ദിക അത് അടിയാളന്മാരുടെ മാത്രം ആയിട്ടുള്ള ഒരു രൂപമാണ്, കലാരൂപമാണ്. ഇന്നത് ഏതാണ്ട് നശോത്ഭുതമായി. കാളേട്ടനാണ് അവസാനമായിട്ട് ഗദ്ദിക ആടിയതാണ്. അതറിയാവുന്ന ആളുകൾ ഇപ്പം കേരളത്തിൽ തന്നെ ഇല്ല. അപ്പം അദ്ദേഹം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ എന്ന സമയത്തേക്ക് കേരളത്തിലെ ഫോക്ലോറിസ്റ്റുകളുടെ, ഇന്ത്യയിലെ ഫോക്ലോറിസ്റ്റുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. ഇന്ത്യയിലെ ഫോക്ലോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ,
അപ്പോൾ ഈ വന്നവരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കോൺഫറൻസ് അല്ലേ. കാളേട്ടന് മലയാളം മാത്രമല്ല, അടിയാള ഭാഷ മാത്രം അറിയില്ല, അത്യാവശ്യം മലയാളം അറിയാം. കാളേട്ടന് ഇവർ ആരും പറഞ്ഞൊന്ന് മനസ്സിലായി. അപ്പോൾ കാളേട്ടൻ്റെ വീടും വന്നു അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. അടിയാള ഭാഷയിലാണ് പുള്ളി സംസാരിച്ചത്. ഈ വന്ന ഇന്ത്യയിലെ ആൾക്കാരൊക്കെ പറഞ്ഞു, കേരളത്തിലുള്ളവർ പറഞ്ഞു, പുള്ളി സംസാരിച്ച് മനസ്സിലായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എനിക്കറിയാവുന്ന പാട്ട് ഞാൻ സംസാരിച്ചു, നിങ്ങൾ അറിയാവുന്ന പാട്ട് നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതാണ് ഭാഷ. അപ്പം അന്യോന്യം മനസ്സിലാക്കുന്നത് മാത്രമല്ല ഭാഷ, ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ആ ഭാഷയിൽ ഉൾപ്പെടുന്നു. അത് അവരുടെ ഭാഷാബോധത്തെ കൃത്യമായിട്ട് തൻ്റെ ഭാഷാബോധം കൊണ്ട് കാളേട്ടൻ ഇല്ലാതാക്കുക. അടിയാള ഭാഷ പഠിക്കണം. നിങ്ങളുടെ ഭാഷ ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ ഭാഷ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ഭാഷ ഞാൻ പഠിക്കണം. അതാണ് ഒരു ഭാഷാ സന്ദേശം. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത്, ആ ഭാഷയിലേക്ക് നമ്മൾ വന്നല്ലോ, സാഹിത്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നേരിട്ട് വായിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ആ സാഹിത്യത്തെ നിർവചിക്കേണ്ടത്, ആ സാഹിത്യത്തെ കണ്ടറിയേണ്ടത്, അതിൻ്റെ അർത്ഥം അറിയേണ്ടത് ഇത്തരത്തിലെ കാര്യങ്ങളാണ്. ഞാൻ മാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ തെറ്റ് ശരിയായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചു. നിങ്ങൾ ഈ ചില വാക്കുകളുടെ അർത്ഥം പറയും. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, വീണപൂവ് അല്ല നിങ്ങൾ പഠിക്കുന്നത് അല്ലേ? വീണപൂവ്, വീണപൂവിൻ്റെ അർത്ഥം എന്താണ്? വീണ് കിടക്കുന്ന പൂവ് അല്ലേ? അതാണ് എൻ്റെ ഈ പറഞ്ഞതിൻ്റെ വാച്യാർത്ഥം. പക്ഷെ വീണ് കിടക്കുന്ന പൂവെന്നാണ് ആശാൻ ഉദ്ദേശിച്ചത്. അതാണ്, അതായത് അനശ്വരമായതൊന്നും ഭൂമിയിലില്ല, നശ്വരമായതേ ഭൂമിയിലുള്ളൂ, അത് നശിക്കുന്നതാണ്. ആ വീണഭൂവിൽ എന്ന് പറയുന്ന കവിതയുടെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന 4 വരികളാണ് ഏറ്റവും അവസാനത്തത്. കണ്ണേ മടങ്ങുക കരിഞ്ഞരിഞ്ഞ് വാശു മണ്ണാകുകയും അതിൽ വിസ്മൃതമാകും ഇപ്പോൾ എൻ്റെ ഇരുതാർക്കും ഇതുതാൻ വിധി സാധ്യത. അതിന് ഇതാണ് പ്രശ്നം. ആ കണ്ണേ മടങ്ങുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കണ്ണിന് പടങ്ങാൻ പറ്റുമോ? എനിക്ക് പടങ്ങാൻ പറ്റും, നിങ്ങൾക്ക് പടങ്ങാൻ പറ്റും. പക്ഷെ കണ്ണെങ്ങനെയാ മടങ്ങുക? നോട്ടം നിങ്ങൾ ആലോചിക്കണേ. ഞാൻ ഇവിടെ സംസാരിച്ചിരുന്നാൽ മാത്രം പോരല്ലോ, നിങ്ങളുടെ ചിന്ത പ്രവർത്തിക്കണ്ടേ? കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞാൽ നോട്ടം പിൻവലിക്കുക എന്ന് മാത്രമല്ല എൻ്റെ അർത്ഥം. എന്താണ് പിന്നെ? കണ്ണേ മടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകൾ ഇല്ലാതാക്കുക, കാഴ്ച ഇല്ലാതാക്കുക. ആ വരിക്ക് ഒരു അക്കിത്തത്തിൻ്റെ കവിതയുമായിട്ട് ബന്ധമുണ്ട്. ഏതാണ്? എന്നൊരു പഠനം വന്നിട്ടുണ്ട്. ഏതാണെന്ന് വിളിച്ച ദുഃഖമാണുണ്ടി തമസല്ലോ സുഖപ്രദം. 20ാം നൂറ്റാണ്ടിൻ്റെ എന്ന് പറയുന്ന ആ കവിതയിൽ വിളിച്ച ദുഃഖമാണുണ്ടി തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യംഗ്യാർത്ഥമുണ്ട്. കാഴ്ചകൾ ഇല്ലാതാകുകയാണ് ചില സന്ദർഭങ്ങളിൽ നല്ലത്. വെളിച്ചം എന്ന് പറയുന്നത് കാഴ്ചകൾ കാണാനുള്ളതാണ്.
പക്ഷെ ആ കാഴ്ചകൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അത്ര നല്ല കാഴ്ചകളല്ല. തമസാണ് സുഖപ്രദം, ഇരുട്ടാണെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണേ മടങ്ങുക, കാഴ്ചകൾ ഇല്ലാതാക്കുക. കരിഞ്ഞു അരിഞ്ഞു മണ്ണാകുകയും മലര് വിസ്മൃതമാകും. ഇപ്പോൾ ഈ പൂവിപ്പോൾ അത് വീണ പൂവാണ്. പക്ഷെ ആ വീണ പൂ പോലും ആ മലര് പോലും ഈ ഭൂമിയിൽ ഇത് വിസ്മൃതമാകുകയാണ്. ആ കാഴ്ച അത്ര സുഖകരമല്ല. എല്ലാവരുടെയും ഗതി അവനി വാഴ്വിൽ വിനാവ് കഷ്ടം. ഈ വാഴ്വിൽ എല്ലാ മനുഷ്യരുടെയും ഗതി ഇത് തന്നെയാണ്. അപ്പൊ വീണപൂ എന്ന കവിതയിലെ ഏറ്റവും പ്രമുഖമായ വരികളൊന്നുമില്ല. അതിൻ്റെ ഈ കിളിവാതിൽ തുറക്കുന്ന കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണേ മടങ്ങുക എന്ന വാക്കാണ്. കാഴ്ചകൾ ഇല്ലാതാകുകയാണ് ചിലപ്പോൾ നല്ലത്. ചില കാഴ്ചകൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് കണ്ണിന് നോട്ടം പിൻവലിക്കുക. അപ്പൊ നമ്മൾ കവിതകളെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരു കവിത വായിക്കാനുള്ള, ആസ്വദിക്കാനുള്ള ഒരു ത്വരയുണ്ട്. കവിത വായിക്കുന്ന എത്ര പേരുണ്ട്? കവിത വായിക്കല്ലേ? എൻ്റെ റെസ്പോൺസ് ഉണ്ട്. അത് വെറുതെ വായിച്ച് പോകരുത്. കവിത വായിക്കാൻ ഇഷ്ടമാണോ? കവിത വായിക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? എന്ന് കൈയടിച്ച്. കവിത കേൾക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ മലയാളം പഠിച്ച് എത്ര പേരുണ്ട്? ഒന്നുകൂടെ കൈയടിച്ച്. ഇത്രയും പേരുണ്ടായിട്ട് ഈ കവിതയൊന്ന് കേൾക്കാനോ വായിച്ചിട്ടില്ല. കവിത വായിക്കാനോ പഠിക്കാനുള്ള കവിത മാത്രം വായിക്കാറുള്ളൂ. നിങ്ങൾക്ക് ഈ മലയാള ഭാഷ നിങ്ങൾ തിരഞ്ഞെടുത്തത് പഠിക്കാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മലയാളം പഠിക്കുകയാണ്. നിങ്ങളത് ഏത് ഭാഷ ഏത് വിഷയമാണെങ്കിലും നന്നായി പഠിക്കുക. പക്ഷെ നമ്മൾ മലയാളം എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തൊരു മാസ്റ്റർ ഡിഗ്രി എടുക്കുകയാണ്. അത് അതിൻ്റെ അകത്ത് മാസ്റ്റർ ആയിരിക്കും. അതൊരു സർട്ടിഫിക്കറ്റ് ഒതുങ്ങുന്ന മാസ്റ്റർഷിപ്പ് അല്ല. നിങ്ങളോട് ഒരാൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയം കൃത്യമായി പറയാനുള്ള ജ്ഞാനം, ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് വൊക്കാബുലറി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാപണ്ഡിതനായ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഭാഷാബോധം, നിങ്ങൾക്ക് ഭാഷയിലൊരു ബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭാഷയുടെ വാക്കുകൾ പരിചിതമാകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ശബ്ദധാരാവിലെ ഒരു പേജ് വായിക്കുക. ഒരു പേജിനകത്ത് ഒരു 10 വാക്കുകൾ കാണും, അല്ലെങ്കിൽ 12 വാക്കുകൾ കാണും, 2 സൈഡായിട്ട്. ആ വാക്കുകൾ പരിചയപ്പെടുക. ഇപ്പം രാഘവൻ എന്ന വാക്ക് ചോദിച്ചപ്പോഴും അതിൻ്റെ അകത്ത് ശ്രീരാമൻ എന്നെല്ലാവർക്കും പറയും, പക്ഷെ രഘുവംശത്തിൽ പിറന്നവരെന്ന് ആരും പറയും. അതുകൊണ്ട് വാക്കിൻ്റെ എത്തിമോളജി എന്ന് പറയുന്നത്, അതിൻ്റെ നിരുക്തം എന്ന് പറയുന്നത്, കവിത പഠിക്കുമ്പോൾ, കവിത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാക്കിൻ്റെ നിരുക്തി എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട, കാരണം നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിൻ്റെ കോൺടെക്സ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ നിരുക്തി അറിയണം. അതുകൊണ്ട് വാക്കുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഭാഷാ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? അത് കാണാത്ത ആരുമില്ലല്ലോ. പാമ്പെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാമ്പിന് അർത്ഥമുണ്ടല്ലേ? അയ്യോ എന്നൊരു വാക്കുണ്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ആ വാക്ക് ചേർത്തിട്ടുണ്ട്. എ ഫിയറിംഗ് വേർഡ് എന്നുള്ള അർത്ഥത്തിൽ, ഭയപ്പെടുത്തുന്ന ശബ്ദം. നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഭയപ്പെടുന്നത്. പാമ്പിനെ കാണുമ്പോൾ അയ്യോ എന്ന് വിളിക്കും. അയ്യോയ്ക്കൊരു അർത്ഥമുണ്ട്. പാമ്പെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പാമ്പെന്ന് പറഞ്ഞാൽ പാമ്പ്, മൂർഖൻ, കാനുവമ്പാല, അണലി, രക്തമണ്ഡലി. പാമ്പ് എന്ന വാക്കിന് ഒരർത്ഥം ശബ്ദധാരാവിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാം? പമ്പുന്നത്, പതിയിരിക്കുന്നത്.
പക്ഷെ കേരള ഭാഷാ നിഘണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിക്ഷണറി ഉണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിൽ ഗുപ്തനാരായണ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം പായുന്നത്. പായുന്നത് വളരെ സ്പീഡിൽ പോകുന്നത്, പായുന്നതാണ് പാമ്പ്. മറ്റേത് ഒളിച്ചിരിക്കുന്നത്, പമ്പുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ശരിയാണ്, പാമ്പിനെ ഒരിക്കലും അത് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാതെ പാമ്പ് ഇങ്ങോട്ട് താരെ കിട്ടാതെ അല്ലേ. ഇനി വേറെ കാര്യം, ഞാൻ നിങ്ങൾക്ക് ഈ കവിതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് മനഃപൂർവ്വമാണ്. കാരണം നിങ്ങൾക്കൊരു ഭാഷാബോധം കൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ല സാഹിത്യ രൂപം എന്ന് പറയുന്നത് കവിത തന്നെയാണ്. ഓരോ വാക്കുകളും എടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു സംസ്കൃത ശ്ലോകമാണ്, അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. ശ്രീരാമൻ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കിഡ്നാപ്പ് ചെയ്തു. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം രാമനും ലക്ഷ്മണനും കൂടി ഇങ്ങനെ വനത്തിലൂടെ അലയുക. അലയുന്ന സമയത്ത് സീതയുടെ ആഭരണങ്ങൾ കാണും. അപ്പം ഈ ആഭരണങ്ങൾ സീതയുടെ തന്നെയാണോ എന്ന് രാമന് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സിലാകും. കണ്ണ് നിറഞ്ഞിരുന്നാൽ നമുക്കറിയാം, നമുക്ക് കാഴ്ചകൾ വന്നു. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയും, അനുജ, ഈ ആഭരണങ്ങൾ സീതയുടെ തന്നെയാണെന്ന് നീ നോക്കിപ്പറ, ഇനി കാട്ടിൽ വേറെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആരുടെയാണെന്ന് അറിയില്ല. അപ്പോൾ ശ്രീരാമനോട് ലക്ഷ്മണൻ പറയുന്ന ഒരു ഉത്തരം എന്താ പറയുക, നമ്മൾ നിങ്ങൾ ഈ സാഹിത്യമോ നാടകമോ ഏത് പഠിക്കുകയാണെങ്കിലും നമ്മൾ ചിരപരിചിതമായി തീർന്ന പരമ്പരാഗതമായി നമ്മൾ ഉറച്ചു പോയ ചില ചിന്തകളുണ്ട്. രാമൻ ഏറ്റവും നല്ലവൻ, രാവണൻ ഏറ്റവും ദുഷ്ടൻ, ലക്ഷ്മണൻ അതിന് താഴെ, ശത്രുഘ്നൻ അതിന് താഴെ. അങ്ങനെയല്ല, ഓരോരുത്തരുടെയും ഓരോ കോണ്ടെക്സ്റ്റിലുള്ള എനിക്ക് നിങ്ങളെ ഓരോരുത്തരുടെ കണ്ണുകളുടെ അറിയും. ഈ മറ്റേ എന്താണ്, ധർമ്മപുത്രൻ മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ വളരെ നല്ലവൻ, ജരാസന്ധൻ ഭയങ്കര മോശക്കാരൻ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പണ്ട് പ്രേതസേന KP ഉമ്മറിൻ്റെയൊക്കെ സിനിമ പോലെ നായകൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ, മറ്റവൻ പെട്ടുപിടിയൻ, കള്ളുപിടിയൻ, അങ്ങനെ ലോകത്ത് എന്തൊക്കെ കുട്ടികളുണ്ടോ എല്ലാം തികഞ്ഞവൻ. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. എല്ലാ മനുഷ്യർക്കിടയിലും ഏറ്റവും കുതിരകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്, ശക്തികളുണ്ട്. അപ്പം ഈ എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് സീതയുടെ ആഭരണങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുക, സംസ്കൃതമാണ്, വാൽമീകി രാമായണത്തിലുള്ളതാണ്. നാഹം ജാനാമി കുണ്ടലെ, നാഹം ജാനാമി കേയൂരെ, നൂപുരെ തുബി ജാനാമി, നിത്യ പാതാപി ബന്ധന. അർത്ഥം മനസ്സിലായില്ല? ഞാൻ പറഞ്ഞു, നാഹം ജാനാമി കുണ്ടലെ, ഈ കുണ്ടലങ്ങൾ ആരുടേതാണെന്ന് എനിക്കറിയത്തില്ല. കമ്മല്. നാഹം ജാനാമി കേയൂരി, ജാനാമി എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. നാഹം എനിക്ക്, നാഹം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നാഹം ജാനാമി കേയൂര്, ഈ കേയൂരിൻ്റെ തോളവള. അന്ന് പണ്ട് സ്ത്രീകൾ തോളവള ഇടുന്നത്, കൈവള മാത്രമല്ല തോളവള ഇടുക. കേയൂര് തോളവള. നാഹം ജാനാമി കുണ്ടലെ, നാഹം ജാനാമി കേയൂര്, നൂപുരെ തുബി ജാനാമി. പക്ഷേ ഈ നൂപുരങ്ങൾ എന്താണ്? പാദസരം. പാദസ്വരമല്ല കേട്ടോ, തെറ്റിക്കരുത്, പാദസരമാണ്. ഈ പാദങ്ങളിൽ ചരിക്കുന്നത്, പാദങ്ങളിൽ കിടന്ന് ചരിക്കുന്നതാണ് പാദസരം. അതുപോലെ തന്നെ നാദസ്വരമല്ല, നാഗസ്വരമാണ്. അപ്പം നൂപുരെ തുടിക്കാനാണ്. പക്ഷേ ഈ നൂപുരങ്ങൾ ആരുടേതാണെന്ന് എനിക്കറിയാം. ഈ കൊലുസ്, ഈ പാദസരം എന്തുകൊണ്ട്? നിത്യ പാദാപി വന്ദന, എന്നും ആ കാൽപാദങ്ങളിൽ ഞാൻ വണങ്ങുന്നത് കൊണ്ട് ഞാൻ ആ കൊലുസ് മാത്രം, പാദസരം മാത്രം ആരുടേതാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മുഖത്ത് നോക്കാറില്ല. അവരുടെ കമ്പലുകൾ ഞാൻ കണ്ടിട്ടില്ല, അവരുടെ മാറിടം ഞാൻ കണ്ടിട്ടില്ല, തോൾവളകൾ കണ്ടിട്ടില്ല, അവരുടെ അരക്കെട്ടുകൾ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കാൽപാദങ്ങൾ മാത്രമാണ്. ഒരു ഭർത്താവിൻ്റെ അനുജന് എത്രമാത്രം ഉയരാൻ കഴിയുന്ന ഒരു ഉയരത്തിലാണ് ലക്ഷ്മണൻ നിൽക്കുന്നത്. മറ്റൊരു ആഭരണങ്ങൾ വഴി കണ്ടിട്ടില്ല. സീത എല്ലാ ദിവസവും കാണുന്ന ആളാണ്. പക്ഷേ അയാളുടെ സീതയുടെ പാദസരങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് നിത്യം പാദാഭിബന്ധന,
ആ പാദങ്ങളെ ഞാൻ എല്ലാ ദിവസവും വന്ദിക്കുന്നതുകൊണ്ട് അത് മാത്രം എനിക്കറിയില്ല, ആരുടേതാണ്, മറ്റൊന്നും എനിക്കറിയില്ല. ഇതാണ് ആ കവിതയുടെ. ഈ കവിതയ്ക്ക് ഈ ശ്ലോകത്തെ ഇങ്ങനെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ലക്ഷ്മണന്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക. ഒരുപാട് ഖണ്ഡികകളുണ്ട്, പക്ഷേ ഈ ഒരൊറ്റ ഖണ്ഡികയിൽ അയാളുടെ ആ വ്യക്തിത്വ മഹാത്മ്യം മുഴുവൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും കവിതയെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വാച്യപ്രധാനമായിട്ടല്ല, എപ്പോഴും വ്യംഗ്യത്തോടെ അതിൻ്റെ അകത്ത് കവി എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആ ഒളിപ്പിച്ച് വെച്ചത് എന്താണെന്ന് എനിക്കറിയണമെന്നുള്ളൊരു വാശിയുണ്ട്. എന്നാൽ മാത്രമേ കവിത പറയാൻ പറ്റുള്ളൂ. ചില കവിതയ്ക്ക് പ്രവചനാതീതമായ ശക്തി. അറിയോ എന്താണ്? ചില കവികൾ ചിലത് പറയുന്നത് ഭരിക്കും. അവരെ നമ്മൾ ഒരു വാക്ക് പറയും സംസ്കൃതത്തിൽ, ക്രാന്തദർശികളായ കവികൾ. എന്താ ക്രാന്തദർശിത്വം എന്ന് പറയുന്നത്? മുന്നേ ഉള്ളത് കടന്നു കാണാൻ കഴിയുന്നത്. ക്രാന്തദർശിത്വമുള്ള കവികൾ. കവി ആരാണ്? കവി? കവിത എഴുതുന്നില്ല എല്ലാവരും കവിയാണോ? ഞാനും കവിത എഴുതാറുണ്ട്, പക്ഷെ ഞാൻ കവിയല്ല. കവിത എഴുതുന്ന എല്ലാവരും കവിയാണ്. പിന്നെ ആരാ കവി? ഇത് സംസ്കൃത സാഹിത്യ മീമാംസയുടെ ചോദ്യമാണ്. ആരാണ് കവി? അതിൽ ഒറ്റ വാക്യത്തിൽ ഉത്തരവുണ്ട്, ഞാൻ ഋഷി കവി. ഞാൻ ഋഷി കവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷി അല്ലാത്തവൻ കവിയല്ല. ഋഷി അല്ലാത്തവൻ കവിയല്ല. അപ്പൊ അടുത്ത ചോദ്യം, ഋഷി അല്ലാത്തവൻ കവിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കേ, ആരാണ് ഋഷി? ഇത് നിങ്ങൾ ഒരു ഉത്തരത്തിൽ നിന്ന് അടുത്ത ചോദ്യം കണ്ടെത്തണം. ആരാണ് കവി? ഞാൻ ഋഷി കവി. കവിയല്ലാത്തവർ ഋഷിയില്ല. അപ്പൊ അടുത്ത ചോദ്യം ഉടനെ വരണം, ഉയരണം. അപ്പോൾ ആരാണ് ഋഷി? ഋഷി കാന്തദർശി. ഉത്തരവാദം, ഋഷി കാന്തദർശിയാണ്. എന്താ കാന്തദർശി എന്ന് പറഞ്ഞാൽ? ഭൂതം, ഭാവി, വർത്തമാനം. ഭൂതം, വർത്തമാനം, ഭാവി, ഈ മൂന്ന് കാലങ്ങളെയും കടന്നു കാണാൻ, കാര്യങ്ങളെ കടന്നു കാണാൻ കഴിയാൻ ശക്തിയുള്ളവനായിരിക്കണം ഋഷി. അപ്പം കവി നിസ്സാരക്കാരനല്ല, നിസ്സാരക്കാരനാവരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ആശയം തോന്നി നമ്മൾ കുത്തിക്കുറിക്കുന്നതല്ല കവിത എന്ന് പറയുന്നത്. അത് കവിതാ രൂപമാണ്, പക്ഷെ യഥാർത്ഥ കവിത എന്ന് പറഞ്ഞാൽ അതല്ല. മൂന്ന് കാലങ്ങളെയും കണ്ടെത്താൻ തക്ക പ്രവചനശക്തിയുള്ള ബോധമുള്ളവനാണ് യഥാർത്ഥ കവി. അങ്ങനെയുള്ള കവികൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാളത്തിൽ ഇടശ്ശേരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടിട്ടുണ്ട്? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇടശ്ശേരിയുടെ ഒരു കവിത പറയാമോ? ഭൂതപ്പാട്ട്. കറക്റ്റാണ്. ഈ ഇടശ്ശേരിയുടെ ഏറ്റവും പ്രമുഖമായ കവിതയാണ് ഭൂതപ്പാട്ട്. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കവിതയാണ് കാവിലപ്പാട്ട്, ഭൂതപ്പാട്ട്, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും തുടങ്ങി ഒട്ടനവധി നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇടശ്ശേരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കവിതയാണ് ഏതാണ്? കുറ്റിപ്പുറം പാലം. പഠിക്കാനുണ്ടോ? കുറ്റിപ്പുറം പാലത്തിന് ഇത് പഠിക്കാനുണ്ട്, ഉപയോഗിക്കാം. കുറ്റിപ്പുറം പാലത്തിന് മറ്റൊരു പേരുണ്ട്. അത് ആളുകൾ, നാട്ടുകാരെ കളിയാക്കി വിളിക്കുന്ന പേര്. എന്താണ്? സംബന്ധപ്പാലം. ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന കവിത. ആ കവിതയ്ക്ക് നാട്ടുകാർ ഇട്ട ഒരു കളിപ്പേരാണ് സംബന്ധപ്പാലം. ആ സംബന്ധപ്പാലം എന്നിടാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, പഠിക്കുമ്പോൾ. ഒരു ചരിത്രമാണ്. കോഴിപ്പുറത്ത് മാധവമേനോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് മദ്രാശി പ്രവിശ്യയിലെ മന്ത്രിയായി. കോഴിപ്പുറത്ത് മാധവമേനോൻ.
പുള്ളി കല്യാണം കഴിച്ചത് മലപ്പുറത്ത് നിന്നാണ്. അന്ന് മലപ്പുറം ജില്ല രൂപം കൊണ്ടിട്ടില്ല, പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കുറേ ഭാഗങ്ങൾ ചേർത്താണ് മലപ്പുറം ജില്ല രൂപം കൊള്ളുന്നത്. അപ്പോൾ അദ്ദേഹം അന്നത്തെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. മദ്രാശി പ്രവിശ്യയിൽ അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹത്തിന് ഭാര്യ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അന്ന് വിമാന സർവീസുകളൊന്നുമില്ല, നദി നീന്തി കടന്ന് വേണം വരാൻ, അല്ലെങ്കിൽ തോണിയിലൊക്കെ വേണം വരാൻ. ഒരു മന്ത്രിക്കൊക്കെ അങ്ങനെ തോണിയൊക്കെ തുടങ്ങി വരിക ഒരു പാടാണ്. അതുകൊണ്ട് കോഴിപ്പുറത്ത് മാധവമേനോൻ വളരെ താല്പര്യമെടുത്ത് പണിത ഒരു പാലമാണ് കുറ്റിപ്പുറത്ത് പാലം. അതുകൊണ്ട് ഭാര്യയെ കാണാൻ വേണ്ടി ഭർത്താവ് വരുന്നതിന് വേണ്ടി ചെയ്തൊരു പാലം എന്ന നിലയ്ക്ക് നാട്ടുകാരതിന് അന്നൊരു ഇടപ്പേരിട്ടു, സംബന്ധപ്പാലം. ഞാൻ പ്രവചനാതീതനായിരിക്കണം കവി. ആരാണ് കവി? ഞാൻ ഋഷി കവി. ഋഷിയല്ലാത്തവൻ കവിയല്ല. അപ്പോൾ അടുത്ത ചോദ്യം, ആരാണ് ഋഷി? ഋഷി ക്രാന്തദർശി. 3 ലോകങ്ങളെ കടന്നു കാണാൻ കഴിയുന്നവൻ, ഭാവിയെ കൂടി കടന്നു കാണാൻ കഴിയുന്നവരായിരിക്കണം കവി. അങ്ങനെ കവിയായിരുന്നു ഋഷി. ഋഷിയുടെ കുറ്റിപ്പുറം പാലം പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അവസാനത്തെ വരിയുണ്ട്, അമ്പ പേരാറെ നീ വഴിമാറി പോകുമ്പോൾ വെറും ഒരു അഴിപ്പുചാല. പേരാറെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിളാതാണ്. ആ പാലം പണിത് ആൾക്കാരൊക്കെ, പാലങ്ങളൊക്കെ, റോഡുകളെല്ലാം വികസിച്ചു, വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങി, നാട്ടിൽ വികസനം വന്നു, നല്ല കാര്യം. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ കവിത എഴുതിയതാണ് 1961 നിളാനദി അതിശക്തമായി ഒഴുകിക്കൊണ്ടിരുന്നൊരു കാലത്ത്, വർഷകാലത്ത് പോലും അല്ല, വേനൽക്കാലത്ത് പോലും വെള്ളമുണ്ടായിരുന്നൊരു കാലത്ത്, മണലൂറ്റില്ലാതിരുന്നൊരു കാലത്ത് പോലും ഇടശ്ശേരി 1960 ചോദിച്ചു, അമ്പ പേരാറെ നീ വഴിമാറിപ്പോവോ വെറും ഒരു അഴുക്കുചാലായി. 2026 ഇപ്പം ഞാൻ കോഴിക്കോട്ടേക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ് സ്ഥിരമായി. ആ കുറ്റിപ്പുറം പാലത്തിലൂടെ വണ്ടി കടന്നു പോകുമ്പോൾ നിങ്ങൾ നോക്കണം, നിള വറ്റി വരണ്ടിരിക്കുകയാണ്. അത് മാർച്ച് മാസമായതുകൊണ്ടില്ല, വർഷകാലത്ത് പോലും. കാരണം മണലൂറ്റുകാര് നിളയുടെ മാറിടത്തിൽ നിന്ന് ഊറ്റാവുന്ന അത്രയും മണലൂറ്റിക്കഴിഞ്ഞു. ഒരു അഴുക്ക് ചാലായിട്ട് ഇന്ന് നിളയെ നമുക്ക് കാണാം. എം ടി വാസുദേവൻ നായർ പറഞ്ഞ നിളയല്ല ഇന്നത്തെ നിള. ആ നിള പറ്റിക്കഴിഞ്ഞു. അപ്പൊ 960 കഴിഞ്ഞിട്ട് 2026 എത്തി നിൽക്കുമ്പോൾ എത്ര കൊല്ലമായി? 40-45 കൊല്ലമായി. അര നൂറ്റാണ്ടിനിപ്പുറം മുമ്പ് ചോദിച്ചതാണ്, ഇത് നീ അഴുക്ക് ചാലായി മാറും. നിന്റെ പുറത്തൂടെ, നിന്റെ മാറിടത്തെ വിണ്ടി കീറിക്കൊണ്ടൊരു പാലം വന്നു, നല്ലതാണ്, വികസനം വന്നു. പക്ഷെ നാളെ നീ പാലം വന്നുകൊണ്ടല്ല അഴുക്ക് ചാലായി. പക്ഷെ പാലം വന്നു, നന്നായി. പക്ഷെ മനുഷ്യർ മാറും. പക്ഷെ ആ മനുഷ്യർ മാറുമെന്നും നിങ്ങളുടെ ഒരു അഴുക്കുചാലായി മാറുമെന്നും 50 വർഷങ്ങൾക്ക് മുമ്പേ കണ്ട ഒരു കവിയായിരുന്നു ഇടശ്ശേരി. അതുകൊണ്ടാണ് ഇടശ്ശേരി മഹാകവിയാകുന്നത്, അല്ലാതെ ഇടശ്ശേരി മഹാകവി എഴുതിക്കൊണ്ടല്ല. നിങ്ങൾ കവിതകളെ വ്യാഖ്യാനിക്കുമ്പോൾ, നിങ്ങൾ കവിതകളെ കണ്ടറിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൂടെ അറിയണം. അല്ലാതെ നീ അമ്പ പേരാറെ, അമ്മയാകുന്ന പേരാറെ, നീ ഒരു അഴുക്ക് ചാലായി നാളെ മാറുമോ എന്ന് വാച്യാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകലല്ല കവിതയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. പാലം വന്നു, വികസനം വന്നു, കാലം മാറി, മനുഷ്യർ മാറി. നിള ഒരു അഴുക്ക് ചാലായി മാറുമെന്ന് 50 വർഷം മുമ്പ് ഒരു കവി കണ്ടു. അതുകൊണ്ടാണ് മഹാകവി എഴുതാതെ ഇടശ്ശേരി മഹാകവിയായതെന്ന് നിങ്ങൾ ഉത്തരക്കടലാസിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇങ്ങനെ ഒട്ടനവധി കവിതകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം രീതിയിൽ കവിതകളെ മനസ്സിലാക്കി നിങ്ങൾ കണ്ടെടുത്ത് വായിക്കണം. നിങ്ങൾക്ക് ആദ്യത്തെ വായനയിൽ ഒരിക്കലും നിങ്ങൾക്കൊരു കവിത മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്കതിൻ്റെ വാക്കുകളൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ നിങ്ങൾ ആ വാക്കുകൾ അർത്ഥം തിരഞ്ഞു പോകണം. അർത്ഥം തിരഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അർത്ഥാന്തരങ്ങൾ ഉണ്ടാകും. അർത്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങൾക്ക് പിന്നീടുള്ള അർത്ഥങ്ങൾ ലഭിക്കും. എന്നാൽ മാത്രമേ കവിത ആസ്വദിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് കവിത പാടാൻ കഴിയണമെന്നില്ല, കവിത ചൊല്ലാൻ അറിയണമെന്നില്ല, കവിത കാണാപ്പാടം ചൊല്ലണമെന്നില്ല. പക്ഷെ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹൃദയത്വം ഉണ്ടാകും. ഈ സഹൃദയത്വമാണ് നിങ്ങളിലെ ഒരു നല്ല മനുഷ്യനെ വളർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ കവിത ആസ്വദിക്കാത്തവർ നല്ല മനുഷ്യരാണ്.
അത് നിങ്ങൾ ഏത് തരത്തിലും ആസ്വദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ആസ്വദിച്ചു. സഹൃദയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് സഹൃദയൻ എന്നുള്ളത് ഭാരതീയ കാവ്യമീമാംസയിലെ വലിയൊരു ചോദ്യമാണ്. എല്ലാവരും സഹൃദയന്മാരാണ് ആണോ? എല്ലാവരും സഹൃദയന്മാരല്ല. ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നു, ആ ഇരിക്കുന്നവർ മുഴുവൻ സഹൃദയന്മാരാണ് അല്ല. ഒരു നാടകം കാണുന്നു, ആ നാടകം കാണാൻ പോകുന്നവർ മുഴുവൻ സഹൃദയന്മാരാണ് അല്ല. ആരുടെയെങ്കിലും പ്രേരണയാൽ പോകുന്നവരുണ്ട്, ഇനി സ്വന്തം പ്രേരണയാൽ പോകുന്നുണ്ട്. പക്ഷേ അയാൾ സഹൃദയനാവണമെങ്കിൽ അയാൾ ഒരു വാക്കുണ്ട്, എന്താണ്? അല്ല, ആസ്വാദനം എന്ന് പറയുന്ന അതിൻ്റെ ആദ്യത്തെ ഒരു തലം മാത്രമാണ്. അയാൾക്ക് സഹൃദയനാകണമെങ്കിൽ എന്താണ്? അയാൾ ആ കഥാപാത്രവുമായിട്ട് താദാത്മ്യം പ്രാപിക്കും. ഭരതനാട്യത്തിലെ നാട്യശാസ്ത്രത്തില് ഭരതമുനിക്ക് ഉത്തരം കിട്ടാതെ പോയൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? നാട്യശാസ്ത്രജ്ഞർ ആരെഴുതിയത്? അഭിനയകലയുടെ പ്രാമാണിക ഗ്രന്ഥമാണ് അത്. മോഹിനിയാട്ടോ ഭരതനാട്യം മാത്രമല്ല, എല്ലാ കലകളുടെയും, പ്രത്യേകിച്ച് നാടകത്തിൻ്റെ. അതിന് ചോദിക്കുന്നുണ്ട്, ആരുമായിട്ടാണ് തന്മീഭവിക്കേണ്ടത്? രണ്ട് ഉത്തരവുണ്ട്. ഒരു നടൻ മോഹൻലാൽ, ഉദാഹരണം പറഞ്ഞു, മോഹൻലാൽ വാനപ്രസ്ഥം എന്ന സിനിമയിൽ ആരായിട്ടാണ് അഭിനയിച്ചത്? മറ്റേ കലാമണ്ഡല ഗോപിയായിട്ട്, ഗോപിയാശാനെയാണ് അതിൻ്റെ ചിത്രീകരിച്ചിരിക്കുന്നത്. കലാമണ്ഡല ഗോപിയായിട്ട് അഭിനയിക്കുക. അപ്പം മോഹൻലാൽ ആരുമായിട്ടാണ് തന്മീഭവിക്കുന്നത്? ഞാൻ ചോദിച്ചത്, ആരുമായിട്ടാണ് മോഹൻലാൽ എന്ന നടൻ തന്മീഭവിക്കേണ്ടത്? കലാമണ്ഡലൻ ഗോപി എന്ന് ആ വ്യക്തിയായിട്ടാണോ തന്മീഭവിക്കേണ്ടത്, അതോ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രമായിട്ടാണോ തന്മീഭവിക്കേണ്ടത്? ആ കഥാപാത്രവുമുണ്ട്. ആ കഥാപാത്രം ആരുടേതാണ്? കലാമണ്ഡലൻ ഗോപിയുടെ. അപ്പൊ ആദ്യമായിട്ടുള്ള തന്മീഭാവം ആരുമായിട്ടാണ് വേണ്ടത്? കലാമണ്ഡല ഗോപിയാണ്. കലാമണ്ഡല ഗോപിയുടെ അംഗചേഷ്ടകളും അദ്ദേഹത്തിന്റെ അഭിനയകലയും തിരിച്ചറിയാത്ത ഒരാൾക്ക് കലാമണ്ഡലൻ ഗോപിയായിട്ട് അവിടെ തന്മീഭിക്കാൻ, ആ കഥാപാത്രവുമായിട്ട് തന്മീഭിക്കാൻ പറ്റില്ല. ഇപ്പൊ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള തന്മീഭാവം ആദ്യം നടക്കണം. എന്നാൽ മാത്രമേ സഹൃദയന് കണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആ കഥാപാത്രം ഇന്നയാളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സഹൃദയ അവിടെ മോഹൻലാലിനെയാണ് കാണുന്നത്, കലാമണ്ഡലൻ ഗോപിയാണ് കാണുന്നത്? ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. ഈ ചോദ്യം ഭരതമുനി ചോദിക്കുന്നുണ്ട്. സഹൃദയൻ ആരുമായിട്ടാണ് തന്മീഭവിക്കുന്നത്? അഭിനയിക്കുന്ന നടനായിട്ടുമാണോ അതോ കഥാപാത്രവുമായിട്ടാണോ? നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇല്ല, പറയൂ. സഹൃദയൻ ആരുമായിട്ടാണ് തന്മീഭവിക്കുന്നത്? തന്മീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? താതാത്മ്യം പ്രാപിക്കുക, അവനായി തീരുക. ഞാൻ നിങ്ങളായി തീരുക. നിങ്ങൾ ഒരാളായിട്ടല്ല, ഞാൻ നിങ്ങളായി തീരുന്ന ഒരു ഭാവമാണ് തന്മീഭാവം. അപ്പം സഹൃദയൻ കഥാപാത്രത്തെയാണോ ആയിട്ടാണോ തന്മീഭവിക്കുന്നത്, അതോ ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന നടനിലാണോ തന്മീഭവിക്കുന്നത്? ഈ ഒരു ചോദ്യം നാട്യശാസ്ത്രം മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരം പറഞ്ഞു. കാരണം എന്താണ് ഉത്തരം പറയാത്തത്? അത് കാണുന്ന സഹൃദയന്റെ അളവ് പോലാണ്. ആ തന്മീഭാവം ആരുമായിട്ടാണെന്നുള്ളത് മോഹൻലാലിനെയാണ് അയാൾ കൂടുതലായി അടുത്തറിയുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ അയാൾ മോഹൻലാലുമായിട്ടാണ് താതാത്മ്യപ്പെടുന്നത്. അല്ല, കലാമണ്ഡലൻ ഗോപിയായിട്ടാണ് ആണെങ്കിൽ ആ വ്യക്തിയായിട്ടാണ് അയാൾ താതാത്മ്യം പ്രാപിക്കുന്നത്. അപ്പോൾ ഇന്നയാളുമായിട്ടാണ് തന്മീഭാവം സംഭവിക്കുന്നത് നമുക്കറിയാൻ കഴിയും. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഒരാളിൻ്റെ കാഴ്ചപ്പാട്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ അതിൻ്റെ ഒരു സംഗീത തലത്തിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾക്കത് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തിരിയില്ല. സംസ്കൃതത്തിൽ പ്രധാനപ്പെട്ട 101 വാദങ്ങളുണ്ട്. നിങ്ങളുടെ ബുദ്ധിശക്തി ഒന്ന് കേന്ദ്രീകരിക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ.
അതിന് പ്രധാനപ്പെട്ട ഒരു വാദമാണ് സ്ഫോടവാദം. സ്ഫോടവാദം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ബുദ്ധി ഒന്നുകൂടി ഇത് കൂർപ്പിക്കപ്പെടും. ആ ബുദ്ധി കൂർപ്പിക്കപ്പെടുന്നില്ല. ബുദ്ധി കൂർമ്മത എന്ന വാക്കിന് അർത്ഥമുണ്ട്. കൂർമ്മബുദ്ധി, അവൻ കൂർമ്മബുദ്ധിയാണ് എൻ്റെ ആ വാക്കിന് അർത്ഥം. കൂർമ്മബുദ്ധിയാണ്. എന്താണ് ആ കൂർമ്മബുദ്ധി എന്ന് പറയുന്നത്? നല്ല അർത്ഥത്തിലാണോ പറയുന്നത്, മോശമായ അർത്ഥത്തിലാണോ പറയുന്നത്? നല്ല അർത്ഥത്തിൽ. സൂക്ഷ്മബുദ്ധിയുള്ള ഒരാളെന്ന് പറയത്തില്ലേ? അല്ല, സൂക്ഷ്മ നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം കൂർമ്മബുദ്ധി നല്ല അർത്ഥത്തിലല്ലേ പറയുന്നത്? അല്ലേ? ഉറപ്പിച്ചു പറയാണോ അല്ലേ എന്നുള്ളത്? അല്ല, ആണ്. നിങ്ങൾ ആയും മാത്രം കേൾക്കുന്നുള്ളൂ. ആൾ കൈപൊക്ക് ആണെന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണെന്നുള്ളത്. അവനൊരു പൂർവ്വബുദ്ധിയാണെന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലല്ല. പൂർവ്വം എന്ന് പറഞ്ഞ ആമയുടെ ബുദ്ധി. ആമയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആമ എഴുതി പോകുന്നത് ആമ അറിയുള്ളൂ. ചെയ്യാൻ പോണ കാര്യം ബുദ്ധിയാക്കില്ല, മന്ദബുദ്ധി. പക്ഷെ ആൾക്കാർ പലപ്പോഴും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അവരുടെ പൂർവ്വബുദ്ധിയാണ്. ഇങ്ങനെ സൂക്ഷ്മമായ ബുദ്ധിയുള്ളവരെന്ന് അർത്ഥമില്ല. അത് തിരിച്ചിട്ടാൽ നല്ലൊരു അർത്ഥം കിട്ടും. ബുദ്ധിപൂർവ്വം. ബുദ്ധിക്ക് സൂക്ഷ്മതയുള്ളതാണ്. പൂർവ്വബുദ്ധി ബുദ്ധിപൂർവ്വതയും നമ്മൾ വ്യത്യാസമാണ്. പൂർവ്വബുദ്ധി പിന്നെ മന്ദബുദ്ധി, പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ചിന്തിക്കുന്നതാണ്. ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് കൂർമ്മതയ്ക്ക് മൂർച്ച എന്നൊരു അർത്ഥമുണ്ട്. സൂക്ഷ്മമായ നിശ്ചിതമായ ബുദ്ധിയോടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്ഫോടവാദമാണ്. സ്ഫോടവാദം ഞാൻ സ്ഫുട്ടിയാലേക്ക് സ്ഫോടന, സ്ഫുരിക്കുന്നത് എന്തോ അത് സ്ഫോടനം, സ്ഫുരിക്കപ്പെടുന്നത് എന്തോ അത് സ്ഫോടനം. സ്ഫോടനമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കും. സ്ഫോടനം വേറെ, സ്ഫോടനം വേറെ. ഞാൻ ഇതിലൊരു കാര്യം ചോദിച്ചു. നിങ്ങൾ എല്ലാവരും കുതിര കണ്ടിട്ടുണ്ടല്ലോ? കുതിര എല്ലാവരും കുതിര കണ്ടിട്ടില്ല? ആ കുതിര എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉറക്കെ പറ. കുതിക്കുന്നത്. ആരെങ്കിലും ഉറക്കെ പറ. ഫ്രണ്ടിരിക്കുന്നതാണ് കുതിക്കുന്നത്. ആ കുതിക്കുന്നതാണ് കുതിര. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ കുതിര എന്ന് പറഞ്ഞു, അത് ഉച്ചരിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കുതിര എന്ന് ഉച്ചരിക്കുന്നതിന് മുമ്പാണോ കു എന്ന് പറഞ്ഞപ്പോഴാണ് കുതിരയുടെ രൂപം മനസ്സിൽ വന്നത്? നിങ്ങൾ ആനയെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ ആന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആനയുടെ രൂപം വരികയാണ്. അതോ ആന എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് വരുന്നത്? ആ രണ്ടക്ഷരം പറഞ്ഞു കഴിയുമ്പോഴാണ് ആനയുടെ രൂപം വരുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ആനയുടെ രൂപം വരികയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആനയുടെ രൂപം കിട്ടിയത്? നിങ്ങൾ ആരോ അച്ഛനും അമ്മയും ആരോ പറഞ്ഞു ആ പോകുന്ന വലിയ മൃഗമാണ് ആന. ആനയ്ക്ക് ആരെങ്കിലും പേരിട്ടോ? കുതിരയ്ക്ക് ആരെങ്കിലും പേരിട്ടോ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉച്ചരിക്കുന്ന മുമ്പായിട്ട് ഒരു രൂപത്തിന്റെ ഒരു ജീവിയുടെ രൂപം ലഭിക്കുന്നു? ഇത്രയില്ലാത്തൊരു ചോദ്യം. നിങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന നിമിഷത്തിലാണോ, നിങ്ങൾക്ക് ആ ജീവിയുടെ രൂപം മനസ്സിൽ ഉദിച്ച വാക്കിലാണോ നിങ്ങൾ ആ വാക്ക് ഉച്ചരിച്ചത്? ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായി. ആ ജീവിയുടെ രൂപം മനസ്സിൽ വന്നതിന് ശേഷമാണോ അതിനു മുമ്പാണോ നിങ്ങൾ ആ വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ടത്? എന്താ അറിയും? എൻ്റെ ഉത്തരം എന്താ അറിയും? സ്ഫോടവാദം അതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. അതായത് നമ്മൾ ഒരാൾ അനുപമ എന്ന് പേരുള്ള ഒരാൾ, നിങ്ങൾക്കറിയാവുന്നൊരു അനുഭവം. ഒരുപാട് അനുഭവന്മാർ ഈ ലോകത്തുണ്ടാകും.
പക്ഷെ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു അനുപമയുടെ രൂപമായിരിക്കും ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും, അല്ലേ? ഓർമ്മയിലേക്ക് വരും. പക്ഷെ നിങ്ങൾ അനുപമ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ അനുപമ എന്ന് പറയുന്ന നിങ്ങൾക്കറിയാവുന്ന ആ കുട്ടിയുടെ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതിന് മുമ്പാണ് നിങ്ങൾ ആ വാക്ക് ഉച്ചരിച്ചത്, അതിനുശേഷമാണ്. സെക്കൻഡുകളുടെ വ്യത്യാസം. സ്ഫോടം പറയുന്നതാണ്, സ്ഫുരിക്കുകയാണ്. നിങ്ങളുടെ മനോമുകുരത്തിൽ ആ രൂപം തെളിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ആ വാക്ക് ഉച്ചരിക്കുന്നത്. കുഴപ്പിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. മലമുകളിൽ പുക വീഴുന്നു, മലയ്ക്ക് മുകളിൽ പുക വീഴുന്നു. ഒരാൾ പറഞ്ഞു. അപ്പൊ മറ്റേയാൾ പറയാണ് അവിടെ തീയുണ്ട്. തീയുള്ളത് കൊണ്ടാണുള്ള പുക. അപ്പൊ ഈ പറഞ്ഞയാൾ ചോദിക്കുകയാണ്, തീ ഇല്ലാതെ പോയ ഉണ്ടാവില്ല? നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയാണ്, തീ ഇല്ലാതെ പോയ ഉണ്ടാവില്ലേ? മല മുകളിൽ തീ കത്തുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു. അപ്പൊ മറ്റൊരാൾ ചോദിച്ചു, എന്നാൽ അവിടെ തീയുണ്ട്. തീയുണ്ടെന്ന് വെച്ചാൽ അവിടെ മനുഷ്യവാസമുണ്ട്. മനുഷ്യരുടെ തീ ഉണ്ടാവുള്ളൂ, തീ ഇല്ലാതെ പോയ ഉണ്ടാവില്ലേ? മറുപക്ഷത്തിന്റെ അടുത്ത ചോദ്യമാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ വെറുതെ സാഹിത്യം പഠിച്ചിട്ട് ഒരു ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല. ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുള്ളൂ. തീ മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യനിർമ്മിതമാവാം, പക്ഷെ തീ മനുഷ്യനിർമ്മിതം മാത്രമല്ല. മനുഷ്യനില്ലെങ്കിലും അവിടെ തീ ഉണ്ടാകാം, കർഷണം മൂലം തീ ഉണ്ടാകാം. പക്ഷെ പുകയുണ്ടാക്കിയിൽ അവിടെ തീ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ? ഇല്ല. തീ ഇല്ലാതെ പോയി ഉണ്ടാകാം. ഈ ഉത്തരം മേഖലയാണ് പ്രശ്നം. നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കണം. അവിടെ മനുഷ്യൻ വേണമെന്നില്ല, മനുഷ്യനിർമ്മിതം മാത്രമല്ല തീ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ള അത്ര പെട്ടെന്നുള്ള ഒരു ജോലിയല്ല. പക്ഷെ അത് നിങ്ങളുടെ പൂർവ്വബുദ്ധിയല്ല ഉപയോഗിക്കേണ്ടത്, ബുദ്ധിപൂർവ്വതയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സാഹിത്യത്തിലേക്ക്, അതിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് കടന്നു കാണാൻ കഴിയൂ. അതൊക്കെ എന്തിനാണ് സാറേ ഞങ്ങളതൊക്കെ അറിയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ മലയാളം ഭാഷ നമ്മുടെ മാതൃഭാഷയാണ്, നമ്മൾ കവിത പഠിക്കുന്നുണ്ട്, MA ഡിഗ്രി ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാൻ കഴിയും. ഒരനുഭവത്തിൽ നിന്നായിരിക്കും ഒരാളുടെ കവിത ഉണ്ടാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആശാൻ നളിനി എഴുതിയത് 1912 1909 അല്ലേ? ഭർത്താവിനെ വിട്ടിട്ട്, ഭർത്താവില്ല, കാമുകനെ അന്വേഷിച്ചിട്ട് ഹിമാലയത്തിലേക്ക് കടന്നു പോകാൻ ഒരു യുവതി ഒരുങ്ങുകയാണ്. അതാണ് നളിനിയുടെ ഇരുപത്. എന്നിട്ട് ദിവാകരനെ കാണുന്നു. ഞാൻ കവിതയുടെ ഇതാ പറഞ്ഞത്. ദിവാകരനെ കാണുന്നു, ദിവാകരൻ യോഗിയായി കഴിഞ്ഞു അല്ലേ? ഓതി നീണ്ട ജഡങ്ങളും ഭൂതിയും ചിര തപസ്സി എന്നതും ദ്യോതമാനമുടൻ നഗ്നമൊട്ട് ശീതതപാദികൾ അവൻ നയിച്ചത്. ഓതി നീണ്ട ജടയും നഗങ്ങളും. എന്താ എൻ്റെ അർത്ഥം? ഞാൻ ആശാന്റെ കവിതയുടെ ഒരു കുഴപ്പത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാം തികഞ്ഞവരില്ല പാലിൽ എന്ന് പറഞ്ഞ പോലെ ആശാന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആശാനല്ല, ആശാന്റെ കവിത. അതിലേറ്റവും വലിയ ഒരു ദോഷമായിരുന്നു ദുരാന്മയം. ചില വാക്കുകൾ പറയുമ്പോൾ ആശാൻ അന്വയിക്കുന്നിടത്ത് അല്ല പദങ്ങൾ വെക്കുന്നത്. അതൊരു കുഴപ്പം പറ്റി. അധ്യാപകൻ ആരെന്ന് പറയുന്നില്ല. ഒരു അധ്യാപകൻ പിള്ളേരെ പഠിപ്പിച്ചത് ഓതി നീണ്ട ജടയും നഖങ്ങളും, നീണ്ട ജട മനസ്സിലായല്ലോ, നഖങ്ങൾ, ദ്യോതമാനമുടൻ നഗ്നമൊട്ടു ശീതതാപാദികൾ അവൻ ജയിപ്പത്. ഈ ശരീരം മുഴുവൻ ഭസ്മം ധരിച്ചിരിക്കുന്നു. ശീതതാപാദികളെ ജയിക്കാൻ തക്കവണ്ണമുള്ള കായിക ശേഷി അയാൾക്കുണ്ട്.
ഇതെല്ലാം വിളിച്ചു പറഞ്ഞു അയാളൊരു യോഗിയാണ്. വിളിച്ചു പറഞ്ഞു എന്നുള്ള വാക്കാണ് അവിടെ ഓതി എന്നുള്ളത്. അതാണ് ഏറ്റവും ആദ്യം കൊണ്ട് പറഞ്ഞത്. ഓതി നീണ്ട ജടയും നഖങ്ങളും ഭൂതിയും ചിര തപസ് എന്നതും ദ്യോതമാനമുടൻ നഗ്നമൊട്ടു ശീതതാപാദികൾ അവൻ ജയിപ്പത്. അതിനൊരാൾ പഠിപ്പിച്ചത് ദിവാകരൻ ജടയൊക്കെ ഓതി ചീപ്പെടുത്തി. അയാൾ യോഗിയാണെന്ന് വിളിച്ചു പറഞ്ഞു. ആ ഓതി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു എന്നർത്ഥം. വിളിച്ചറിയിച്ചു, വിളിച്ചു പറഞ്ഞു അയാൾ യോഗിയാണെന്നുള്ളത്. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞുള്ളൂ. അപ്പം ദിവാകരനെ കാണുന്നു. ദിവാകരൻ അവളുടെ ഈ ആഗ്രഹം വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം നിഷേധിക്കുന്നു. അവസാനം ദിവാകരന്റെ മാർഗത്തിൽ ഒരു മനർമാല്യം പോലെ ചേതനയേറ്റ് നളിനി വീട് ഭരിക്കുകയാണ്. അല്ലേ? തന്നതില്ല പറഞ്ഞുള്ളു കാട്ടുവാൻ ഒന്നുമേ ഉപായ ഈശ്വരൻ വന്നുവാൻ പിഴകി ഭർത്തശങ്കയ. അല്ലേ? ഒന്നും പറയാൻ കഴിയുന്നില്ല അന്യോന്യം കണ്ടപ്പോൾ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥശങ്ക ഉണ്ടാക്കുമെന്നുള്ള ഭീതി. അപ്പം അങ്ങനൊരു മാനസികാവസ്ഥയിൽ നളിനി ദിവാകരനെ കാണുമ്പോൾ പോലും അയാൾ അവളുടെ ആഗ്രഹം അദ്ദേഹം സാധിച്ചു കൊടുക്കുന്നില്ല. അവൾ മരണമടങ്ങി. ഇതാണോ ഇത്? നിങ്ങൾ നളിനിയെ കുറിച്ച് പറയാൻ നിങ്ങൾ കാത്തിരിക്കുന്നു. ഇതാണ് ആശ മുന്നോട്ട് വെച്ച അതിൻ്റെ അർത്ഥാന്തരവതാണ്. എന്താണ് നളിനി എന്ന ആഖ്യാനത്തിലൂടെ ഒരു വീട് വിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു. അയാളുടെ കാമുകരെ കാണുന്നു, ആഗ്രഹം പറയുന്നു, പക്ഷെ അയാൾ കല്യാണം കഴിക്കുന്നില്ല. ഹലോ, ശരി ശരി, ഓക്കെ ശരി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നില്ലേ, ആശ മുന്നോട്ട് വെച്ച പ്രമേയം ഈ പ്രണയകഥയല്ല. ആശ മുന്നോട്ട് വെച്ചത് ഒരു പ്രണയകാവ്യ സന്ദേശമല്ല. പക്ഷെ ആശാൻ മുന്നോട്ട് വെച്ചത് ഒരു സാമൂഹിക പരിഷ്കരണമാണ്. സ്ത്രീക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനോ നടക്കാനോ സംസാരിക്കാനോ സാധ്യമല്ലാതിരുന്ന പുരുഷ മേൽക്കോയ്മ നിലനിന്നിരുന്നൊരു കാലത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അവൾ സ്വയം വീടിറങ്ങിപ്പോയി അവളുടെ കാമുകനെ അന്വേഷിക്കുകയാണ്. 909 ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ആശാൻ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യ ബോധമാണ് അത് ആ കവിത മുന്നോട്ട് വയ്ക്കുക. അന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം 909 ആശാൻ പറഞ്ഞു വയ്ക്കുകയാണ്. കാര്യം ലീല, അതിനുശേഷം 914 ലീല എഴുതുമ്പോൾ ആശാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. യുവജന ഹൃദയം സ്വതന്ത്രമാണ്, അവരുടെ കാവ്യപരിഗ്രഹം ചെയ്യും. സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാൻ യുവതയ്ക്ക് അധികാരമുണ്ട്. ഇത് നിങ്ങൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, അറിയേണ്ട ഒരു കാര്യം. ഇത് ആശാൻ പറഞ്ഞു വെച്ചത് 914 914 പറയുമ്പോഴത്തേക്ക് പുളിച്ചത് ഉപ്പ എന്ന് പറയുന്നതിന് പകരം പുളിച്ചത് എന്ന് പറഞ്ഞതിന് ഒരു പുലയനെ പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് പട്ടാപ്പകൽ തല്ലിക്കൊന്നൊരു നാടായിരുന്നു കേരളം. കാരണം അന്നൊരു അധകൃതൻ ഒരു പുലയൻ ഉപ്പെന്ന് പറയാൻ പാടില്ല, പുളിച്ചതെന്നേ പറയാൻ പാടുള്ളൂ. അപ്പൊ ഉപ്പിന് പകരം പുളിച്ചതിന് പകരം ഉപ്പെന്ന് പറഞ്ഞതിന് പട്ടിയെ പോലെ പട്ടാപ്പകൽ തല്ലിക്കൊന്നു.